സ്നേഹാനന്ദങ്ങൾ പ്രിയമുള്ളവരെ, വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം. ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന വളരെ സീനിയറായിട്ടുള്ള ഒരു ശ്രേഷ്ഠ ദേവദാസനാണ് നമ്മളോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വന്നിരിക്കുന്നത്. അത് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ വി വിറ്റ്നസിൻ്റെ ഒരു പ്രത്യേകതയാണ്. മിഷണറി ഫീൽഡിൽ നിന്ന്, കർത്തൃവേലയിൽ നിന്നുള്ള ജീവിതാനുഭവങ്ങൾ, വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. നമുക്ക് ദിവസം പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയും നമുക്കെല്ലാവർക്കും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തൊക്കണം. ഒന്നിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടെ നയിച്ചിരിക്കുന്ന പാസ്റ്ററുകളായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന്, ധൈര്യത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. മുറ്റുമായി ഞങ്ങളെ സമർപ്പിക്കുന്നപ്പോൾ വൻകാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കൂടെ വശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. സമർപ്പിക്കുന്ന പ്രാർത്ഥന കെട്ടുപിടിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ പ്രാരംഭത്തിൽ ഉറപ്പിച്ചതുപോലെ വളരെ സീനിയറായിട്ടുള്ള ഒരു പ്രിയ പാസ്റ്ററുകളാണ് നമ്മളോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആവർത്തിക്കുന്നത് പോലെ അങ്ങ് വടക്ക് നിന്ന്, മലബാറിൽ നിന്ന് പിന്നെ ഒരു ജീവിതാനുഭവം. മലബാറിലെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാൾ, അങ്ങനെ ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമുള്ള ഒരു പാസ്റ്ററങ്കിൾ. അതിലൊക്കെ ഉപരിയായിട്ട് പണ്ടൊരിക്കൽ ഒരു മിഷൻ കോൺഫറൻസിൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്തിരുന്ന പാസ്റ്റർമാരിൽ ഒരാളെ ആ കോൺഫറൻസിൻ്റെ ഓർഗനൈസേഴ്സ് ക്രൗഡിൻ്റെ നടുവിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, ഈ ദൈവദാസൻ നൂറുകണക്കിന് വലിയ ചർച്ചകളുടെ പാസ്റ്റർമാരെ ആത്മീക സന്താനമായി ലഭിച്ച, അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ദൈവദാസനാണ്. നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന കർത്താവിദാസനും പ്രകാരം തന്നെ ഒരു വലിയ ഒരു ലെഗസി സൂക്ഷിക്കുന്ന ഒരു ദൈവദാസനാണ്. ഒരു വലിയ ആത്മീക ഒരു കഥ, ആത്മീക പാരമ്പര്യം സൂക്ഷിക്കുന്ന ഒരു ദൈവദാസനാണ്. വളരെ സ്നേഹത്തോടുകൂടെ, ആദരവോടുകൂടെ കർത്താവിദാസൻ പാസ്റ്റർ TC വർഗീസ്, കോഴിക്കോട് രാമനാട്ടുകര, സ്നേഹത്തോടുകൂടെ പാസ്റ്ററുകളെ സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്ററുകളെ, ഒത്തിരി സന്തോഷമുണ്ട്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഞാൻ അല്പം കാര്യങ്ങൾ പറയുകയായിരുന്നു. ആരംഭകാല പ്രവർത്തകൻ അല്ലേ എന്നുള്ള നിലയിലൊക്കെ കോഴിക്കോട്ടെ തന്നെ ഇല്ലയോ? അതെ. ദൈവത്തിന് എത്ര വർഷമായി പാസ്റ്ററുകളെ കോഴിക്കോട്ട് ആയിട്ട്? കോഴിക്കോട് 1971 ജൂൺ മുതൽ 88 വരെയുള്ള 17 വർഷം കോഴിക്കോട് ശുശ്രൂഷിച്ചു. അതെ, 17 വർഷം. എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ തന്നെ വേലയുടെ ഒരു തുടക്കത്തിൻ്റെ ഭാഗമായി മാറി. അവിടെ പ്രവർത്തനം തുടങ്ങുന്നത് എനിക്ക് മുമ്പ് ഒരു 3 വർഷത്തെ പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിലും ആരും തന്നെ വിശ്വാസത്തിലേക്ക് വന്നില്ല. തുടർന്ന് ഞാൻ കുടുംബമായി കോഴിക്കോടേക്ക് വരുമ്പോൾ എനിക്ക് 1.5 വയസ്സുള്ള ഒരു മകനും ഭാര്യ, ഞങ്ങൾ 3 പേരാണ് വന്നത്. പ്രാരംഭ നാളുകളിൽ ആരാധനയ്ക്ക് ആരുമില്ലായിരുന്നു, ഞങ്ങൾ മാത്രമായിരുന്നു സഭായോഗത്തിനുണ്ടായിരുന്നത്. ഒരു വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ വേലയെ ദൈവം അനുഗ്രഹിച്ചു, വളർത്തുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അത് ഏത് സ്ഥലമായിരുന്നു പാസ്റ്ററുകളെ? അന്ന് ഞാൻ വാടകയ്ക്കടുത്ത് താമസിച്ചതായ സ്ഥലം കോട്ടുള്ളി എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. കോഴിക്കോടിന്റെ മെഡിക്കൽ കോളേജിന്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലം. അവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചത്. ചർച്ചും അവിടെ തന്നെയാണോ പിന്നീട് എസ്റ്റാബ്ലിഷ് ആയത്? അല്ല, പിന്നീട് 2 വർഷം മുഴുവൻ സ്ഥലം വാങ്ങിക്കേണ്ടതായ കാര്യത്തിന് വേണ്ടി അന്വേഷിച്ച് നടന്ന് 300-ൽ പരം സ്ഥലങ്ങൾ ഈ ടൗണിന്റെ പല ഭാഗങ്ങളിലായിട്ട് കണ്ടെത്തി. അതിലൊന്നും നമുക്ക് യോജിക്കുന്നതായിട്ട് തൃപ്തികരമായിട്ടുള്ളത് വന്നില്ല. ചിലത് ജനിക്കാതിരിക്കുന്ന മക്കൾക്ക് പോലും അവകാശമുള്ളതായ നിലയിലുള്ളതായ ആധാരങ്ങളായിരുന്നു. ഒടുവിൽ റെയിൽവേ സ്റ്റേഷനും KSRTC ബസ് സ്റ്റാൻഡിലേക്കുമൊക്കെ യാത്ര ചെയ്യുവാൻ സൗകര്യപ്രദമായ നിലയിൽ ടൗണിന്റെ സെന്റർ ഭാഗത്ത് ഒരു 38 സെന്റ് സ്ഥലം ഒരു പഴയ വീടോടുകൂടെ വാങ്ങിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ആ വീട്ടിൽ തന്നെ 15 വർഷം ഞങ്ങൾ താമസിച്ചു. 2 വർഷം വാടക വീട്ടിലും.
ശരി. അപ്പോൾ അതാണ് ആ ഒരു തുടക്കമെന്ന് പറയുന്നത്. ഞാൻ കോഴിക്കോട്ടെ തുടക്കം. അതെ, പ്രേക്ഷകരോട് പറയുകയാണ്, എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം, ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചിൻ്റെ പാസ്റ്റർ ഡോക്ടർ സതീഷ് കുമാറിൻ്റെ ആത്മീക പിതാവ്, അല്ലെങ്കിൽ സതീഷ് കുമാർ പാസ്റ്ററെ സ്നാനപ്പെടുത്തിയ കർത്താവിൻ്റെ ദാസനാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വലിയ ചർച്ചുകൾ സ്ഥാപിച്ച ദൈവദാസന്മാർ, നമ്മൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നവർ ഒത്തിരി പ്രയോജനപ്പെടുമ്പോൾ അതിൻ്റെ എല്ലാ ഒരു പ്രതിഫലം നമുക്കൂടെ ഉണ്ട്, അല്ലേ വസ്ത്രങ്ങളെ? നിശ്ചയമായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ത്യയിലെ വലിയ ചർച്ച എന്നല്ല, ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ ചർച്ചാണ് ഹൈദരാബാദിലെ പാസ്റ്റർ സതീഷ് കുമാറിൻ്റെ ചർച്ച്. ദൈവത്തിൻ്റെ സ്തോത്രം. 4.5 ലക്ഷം ആളുകൾ ആരാധിക്കുന്ന ഒരു ചർച്ച്. ആ പാസ്റ്ററുടെ ആത്മീക പിതാവാണ് ആ പാസ്റ്റർ സ്നാനപ്പെടുത്തിയത്. കോഴിക്കോട്ട് വെച്ചായിരുന്നു അല്ലേ? അല്ല, പിന്നെ ഞാൻ കോഴിക്കോട് പ്രവർത്തനത്തിന് ശേഷം പാലക്കാട്, പിന്നെ തലശ്ശേരി താമസിച്ച് പ്രവർത്തിക്കുന്ന കാലത്താണ് ഈ സതീഷ് കുമാറും മറ്റ് പലരും അവിടെ ടൂൾ ആൻഡ് ഡൈ പഠിക്കാനായിട്ട് വന്നതാ. അങ്ങനെ പഠിക്കാൻ വന്ന കൂട്ടത്തിൽ ഈ അക്രൈസ്തവനായ സഹോദരനെ പരിചയപ്പെടുവാനും അദ്ദേഹത്തോട് ദൈവത്തിന്റെ വചനം പങ്കിടുവാനും അദ്ദേഹം കർത്താവിലേക്ക് അടുത്തു വരുവാനിടയായി. തുടർന്ന് സ്നാനത്തെക്കുറിച്ച് അദ്ദേഹത്തെ പഠിപ്പിച്ചു. അവിടെ അറബിക്കടലിൽ അദ്ദേഹത്തെ വെള്ളത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുക്കി സ്നാനപ്പെടുത്തി. തുടർന്ന് ദൈവത്തിന്റെ വചനം കുറേശ്ശെ വായിക്കുവാനും അത് വായിപ്പിക്കുവാനും സഭാ-ഹാളില് അത് കുറേശ്ശെ ഷെയർ ചെയ്യുവാനും ഒക്കെ പഠിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ വളർത്തി കൊണ്ടുവന്നത്. നമ്മുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം സഭയിൽ ഷെയർ ചെയ്യാനൊക്കെ തുടങ്ങി. അതെ. ഓ, അത് ശരി. അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് ലൈനിൽ പഠിക്കാൻ വന്ന ആളാണ് കേരളത്തില്. അതെ. അപ്പം മലയാളം അറിയാമായിരുന്നോ? അതോ? അദ്ദേഹത്തിന് തെലുങ്കും ഇംഗ്ലീഷുമാണ് നന്നായിട്ട് അറിയാവുന്നത്. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് ബൈബിളിലെ മലയാളം ബൈബിളിലെ വാക്യങ്ങളും ഇംഗ്ലീഷ് ബൈബിളിലെ വാക്യങ്ങളും ഒന്നായതുകൊണ്ട് ഞാൻ ബൈബിൾ തുറന്ന് വാക്യങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് വായിപ്പിച്ച് പാപബോധം ഉളവാക്കി. അദ്ദേഹം ഒരു പാപിയാണെന്ന് സമ്മതിക്കുവാൻ ഇടയായി. അനന്തരമായി സ്നാനത്തെക്കുറിച്ച് അതുപോലെ തന്നെ പഠിപ്പിച്ചു. അതും അദ്ദേഹത്തിന് വിശ്വസിപ്പാനും സ്നാനമേൽക്കാൻ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ അവിടെ കടലിൽ സ്നാനപ്പെടുത്തി. അനന്തരമായിട്ട് ദൈവവചനം വായിക്കുവാൻ ഉത്സാഹിപ്പിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ സന്തോഷിപ്പിച്ച വാക്യം ഏതാന്ന് ചോദിച്ച് ആ വാക്യം പറഞ്ഞ് അങ്ങനെ വളർത്തി കൊണ്ടുവന്നു. ഞങ്ങൾ ചെറിയൊരു കൂട്ടമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഒരു ചെറിയ കൂട്ടത്തിൽ നിന്ന് അന്ന് പുറത്തു വന്ന ആൾ ഇന്ന് ഒരു വലിയ കൂട്ടമായിട്ട് മാറിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയുള്ള ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ട് അല്ലേ? ഉണ്ട്. ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് കേൾക്കണം. ഞാൻ അതുകൊണ്ട് ഇനി ചോദ്യം കുറയ്ക്കുകയാണ്, കേൾക്കാൻ തയ്യാറാകുകയാണ്. നമുക്ക് പിന്നെ കോഴിക്കോട്ടേക്ക് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജനിച്ചു വളർന്ന സ്ഥലം, മാതാപിതാക്കൾ, കുടുംബ പശ്ചാത്തലം, പാസ്റ്ററുകളുടെ കുടുംബം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടൊന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ദൂരത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടാൻ പറ്റുമല്ലോ. അതൊരു അനുഗ്രഹമായിരിക്കുമല്ലോ. പറയാം. ഞാൻ ജനിച്ചത് കോട്ടയം ജില്ലയില് തിരുവാർപ്പ് പഞ്ചായത്തില് ഒരു യാക്കോബായ കുടുംബത്തില് TK ചാക്കോ, സാറ ചാക്കോ എന്നിവരുടെ 5ാമത്തെ മകനായിട്ട് 1944 ജനിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന്റെ ശേഷം ജോലിക്ക് വേണ്ടി ശ്രമിച്ച് ഏതാണ്ട് ഒരു ജോലി കൈക്കൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു സാധുവായ ദൈവദാസൻ ദൈവവചനം പറഞ്ഞും ട്രാക്ട് തന്നും എന്നെ വിശ്വാസത്തിലേക്ക് നടത്തുവാനിടയായി. അങ്ങനെ 19ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെടുകയും രക്ഷിക്കപ്പെട്ടതിന്റെ 3ാമത്തെ ദിവസം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയും ചെയ്തു. ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ ഒരു സാധാരണ കണ്ടുവരുന്ന പോലുള്ള ഒരു കാഴ്ച ഞാൻ കണ്ടു. ഈ രക്ഷിക്കപ്പെടുക എന്നതോ അഭിഷേകം പ്രാപിക്കുക എന്നതോ ഇതൊന്നും ഞാൻ എങ്ങും കണ്ടു പരിചയിച്ചിട്ടുള്ളതായ ഒരു കാര്യമല്ല, അനുഭവത്തിൽ കൂടിയാണ് മനസ്സിലാക്കിയത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ ഒരു വയലില് കറ്റ കെട്ടി ഇടുന്നതായ ഒരു കാഴ്ച ഞാൻ കണ്ടു. അത് എന്താണെന്ന് ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല. ഞാൻ പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിറഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ശാന്തമായ അന്തരീക്ഷത്തിൽ വേറെ 2 സഹോദരന്മാർ പറഞ്ഞു, ആ സഹോദരൻ അഭിഷേകം പ്രാപിക്കുമ്പോൾ ഇതുപോലൊരു കാഴ്ച കണ്ടു. വയലിൽ അദ്ദേഹം തിടുക്കത്തോടെ
കൊയ്യുന്നതും കറ്റകൾ കെട്ടി മാറ്റിയിടുന്നതുമായി കാണുവാനിടയായി. അപ്പോൾ ഞാൻ കണ്ടത് ഒരു കാഴ്ചയായതുകൊണ്ട് എനിക്കും അത് വിശ്വാസമായി. അന്ന് മീറ്റിങ്ങിൽ ലീഡ് ചെയ്തുകൊണ്ടിരുന്നതായ ദൈവത്തിന്റെ ദാസൻ ജേക്കബ് സാർ എന്ന് പറഞ്ഞതായ ഒരു ദൈവമനുഷ്യനായിരുന്നു. അതായത് ചെന്നിത്തല ജേക്കബ് സാറ്, അദ്ദേഹവും കവുങ്ങുപ്ര സി മാത്യു സാറ് എന്നീ ദൈവദാസന്മാരായിരുന്നു ആ മീറ്റിംഗ് ലീഡ് ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ഫിന്നി ജേക്കബ് പാസ്റ്ററുടെ ഒക്കെ പിതാവാണോ? അതെ, അത് തന്നെ. അതെ. അപ്പോൾ ആ ദൈവദാസന്മാർ പറഞ്ഞു, സഹോദര, നിങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. എനിക്കും ആ ദർശനം കിട്ടിയതുകൊണ്ട് വളരെ ഉറപ്പായി വിശ്വസിപ്പാൻ തക്കൊണ്ട് ഇടയായി. അതുകൊണ്ട് ഞാൻ ജോലിയിലേക്ക് പോകാതെ എൻ്റെ വീട്ടുകാരുടെയും സ്വന്തക്കാരുടെയും ഇഷ്ടത്തിന് നിൽക്കാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ ഇടയായി തീർന്നു. അത് അവർക്കൊക്കെയും വലിയ പ്രയാസങ്ങളും ഞാൻ ഒറ്റപ്പെട്ടവനായിട്ട് തള്ളപ്പെട്ടവനായി വീട്ടിൽ നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങേണ്ടി വന്നു. തുടർന്ന് റാന്നിയിലുള്ളതായ മിഷണറി വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ബൈബിൾ സ്കൂൾ അവിടെ മന്നമരുതിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴതില്ല. അവിടെ ചേർന്ന് 1 വർഷം പഠിക്കുവാനിടയായി. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്നാനത്തെക്കുറിച്ച് സഹപാഠികളും അധ്യാപകരും എന്നോട് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ അതുവരെയും വിശ്വാസ സ്നാനം എടുത്തിരുന്നില്ല. എന്നോട് ചോദിക്കുന്നവരൊടൊക്കെയും ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ശിശുസ്നാനം എടുത്തതാണ്, അത് മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ ആയിരുന്നു. എന്നാൽ ബൈബിൾ സ്കൂളിൽ 2 പേർക്ക് ഒരേ സമയം പൈശാചിക ബാധയുണ്ടായി. അതിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി ബൈബിൾ സ്കൂൾ ചുമതലപ്പെട്ടവരും ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥികളും ഞങ്ങളെല്ലാവരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഒരു വിടുതൽ ഉണ്ടായില്ല. തുടർന്ന് ബൈബിൾ സ്കൂളിന്റെ ചുമതലക്കാര് ഭൂതശാന്തി ശുശ്രൂഷയുള്ളതായ ഒരു ദൈവദാസനെ തൃശ്ശൂരിൽ വരുത്തുവാൻ തക്കോണം അവർ തീരുമാനിച്ചു. ഞാനിതൊന്നും അറിയുന്നില്ല. ഒരു രാത്രിയിൽ പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ ഞാനൊരു വെള്ളത്തിലിറങ്ങി പ്രായമുള്ളതായ താടിയും ദീക്ഷയുള്ളതായ ഒരു ദൈവദാസന്റെ കൈക്കീഴിൽ നിൽക്കുന്ന ഒരു കാഴ്ച കാണുവാനിടയായി. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എന്നെ പിടിക്കുകയാണ്, ഞാൻ സ്നാനപ്പെടുവാനായിട്ടാണ് എന്നെനിക്ക് തോന്നുവാനിടയാകുകയും ഞാൻ എൻ്റെ സഹപാഠികളോടും അധ്യാപകരോടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് തന്നെയാ ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരണമെന്നും. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, ആ ദൈവദാസനെ എപ്പോൾ കാണുമോ അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടുകൊള്ളാമെന്ന് ദൈവത്തോട് ഉടമ്പടി ചെയ്തു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബൈബിൾ സ്കൂളിന്റെ ഭാരവാഹികള് തൃശ്ശൂരിൽ നിന്ന് പാസ്റ്റർ VK എബ്രഹാം എന്ന് പറഞ്ഞ ദൈവദാസനെ ആ ബൈബിൾ സ്കൂളിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത്. അദ്ദേഹം കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായി, ഞാൻ ദർശനത്തിൽ കണ്ടതായ വ്യക്തി ഇത് തന്നെയാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ പോകുന്നതിന് മുമ്പ് എന്നെ സ്നാനപ്പെടുത്തിയിട്ടേ പോകാവുള്ളൂ. അതെ ബ്രദറെ, ഞാൻ സ്നാനപ്പെടുത്തിയിട്ടേ പോകുള്ളൂ എന്ന് എന്നോട് പറഞ്ഞിട്ട് അദ്ദേഹം ബൈബിൾ സ്കൂളിന്റെ ഓഫീസ് റൂമിലേക്ക് കയറി. ഞങ്ങളൊക്കെ ഈ പൈശാചിക ബാധ പിടിച്ചിരിക്കുന്നവരെ അമർത്തി പിടിച്ചും ഒതുക്കി പിടിച്ചുമൊക്കെ ഇരുന്നാൽ ഞങ്ങളുടെ ഒന്നും കൈക്കിൽ ഒതുങ്ങുകയില്ലാത്തതായ ആ 2 പേര് അവരെ വലിയ ഹോളിന്റെ നടുക്കിരുത്തിക്കൊണ്ട് ഈ ദൈവദാസൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അവരെ പിടിക്കുമൊന്നും വേണ്ട, മാറി ഇരുന്നാൽ മതി, യേശുവിൻ രക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, ഈ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സമയം ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ ഈ സഹോദരന്മാർ 2 പേരും പൈശാചിക ശക്തിയാൽ വാവിട്ട് അലറുകയും തമ്മിൽ ഉപദ്രവിക്കുകയും പല വിധത്തിലുള്ളതായ ചേഷ്ടകൾ കാട്ടിക്കൂട്ടുകയും ചെയ്തപ്പോൾ ആ ദേവദാസൻ മുൻപോട്ട് കടന്നു വന്ന് അവരുടെ 2 കൈകളും ഓരോരുത്തരുടെയും കൈകൾ കൂട്ടി വെച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ കൈകളെ ബന്ധിക്കുന്നുവെന്ന് അദ്ദേഹം കൽപ്പിച്ചു. അവർ 2 പേരും അവരുടെ കൈകളെ അങ്ങനെ ചങ്ങലയിട്ട് ബന്ധിച്ച പോലെ വെച്ചിരുന്നു. അപ്പോൾ അവരുടെ വായോടുള്ള പ്രലോഭനമായി അവരുടെ വായെ ബന്ധിച്ചു. തുടർന്ന് അവര് വട്ട് കറങ്ങുന്ന പോലെ ചുറ്റും കറങ്ങാൻ തുടങ്ങി. പിന്നെ അവരെ ശാസിച്ച് അമർത്തിയിരുത്തി. കുറെ കഴിഞ്ഞപ്പോൾ ആ ദൈവദാസന്റെ മുമ്പിൽ ഇവര് കൈ 2 ഉയർത്തിക്കൊണ്ട് കൈ കൂപ്പി പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ ആംഗ്യം കാണിച്ചു, പൊയ്ക്കോളാമെന്ന്. ശരി, നിങ്ങൾ സത്യം ചെയ്ത് പൊയ്ക്കോളാൻ പറഞ്ഞപ്പോൾ അവർ 2 പേരും സത്യം ചെയ്ത് വിട്ടുപോകാനിടയായി. ഈ കാഴ്ചയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതമായിട്ട് കാണുവാനിടയായി. അന്ന് തന്നെ ദൈവകൃപയാൽ പാസ്റ്റർ VK എബ്രഹാമിന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. പിന്നീട് അദ്ദേഹമായിട്ട് എഴുത്തുകുത്തുകൾ നടത്തിക്കൊണ്ടിരുന്നു. ബൈബിൾ സ്കൂളിലെ പഠനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് എഴുതി, ബ്രദർ വർഗീസ്, നിങ്ങൾ തൃശ്ശൂരേക്ക് വരിക,
നമുക്ക് ഒരുമിച്ച് കുറെ നാൾ ഇവിടെ താമസിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ശിഷ്യത്വത്തിന് 4-5 മാസം താമസിച്ച് പ്രവർത്തിക്കുവാൻ കൊണ്ടിടയായത് പിന്നീട് എനിക്ക് മനസ്സിലായി, വലിയ വലിയ ബൈബിൾ കോളേജുകളിലും മറ്റും പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ളതായ അനുഭവമാണ് ആ ദൈവദാസനിൽ നിന്നും തന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ലഭിക്കാനിടയായത്. അങ്ങനെ തൃശ്ശൂർ പാർത്തുകൊണ്ട് അതിന്റെ പരിസരങ്ങളിലൊക്കെയും പരിസ്ഥിതികളും ആളാം പ്രതിവേലയും ഭവന സന്ദർശനങ്ങളും ഞാനും മറ്റു ചില അവിടുത്തെ സഹോദരന്മാരുമായിട്ട് ഒരുമിച്ച് ചെയ്തു വന്നു. അങ്ങനെ എനിക്ക് 1967 ജൂൺ മാസം 1-ാം തീയതി പുനരൂർ ബൈബിൾ സ്കൂളിലേക്ക് പഠിക്കുവാനുള്ളതായ അഡ്മിഷൻ ലഭിക്കാനിടയായി. അങ്ങനെ ബൈബിൾ സ്കൂളിൽ ചേർന്ന് 67, 67, 68, 64, 65, 66 വർഷങ്ങൾ പഠിച്ച് 67 ജനുവരി മാസത്തിൽ ഗ്രാജുവേഷൻ നടക്കുവാനിടയായി. 1966 2-ാം വർഷത്തെ പഠിത്തം കഴിഞ്ഞിട്ട് മലബാറിൽ വരുവാനിടയായി. കാരണം എല്ലാ വർഷവും ഇപ്പോഴും നടക്കുന്നുണ്ട്. ബൈബിൾ സ്കൂളിലെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികളും അധ്യാപകരും സുവിശേഷ പ്രവർത്തനം ഇല്ലാത്ത സ്ഥലത്ത് പോയി ഹോം മിഷണറി കൗൺസിൽ എന്നുള്ള പേരിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഞാനും തലശ്ശേരിക്ക് കിഴക്ക് പേരാവൂർ കൊട്ടിയൂർ റൂട്ടിൽ പേരാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാസ്റ്റർ KN ചാക്കോ എന്ന് പറഞ്ഞ അധ്യാപകന്റെ കീഴിൽ അവിടെ 1 മാസം പ്രവർത്തിപ്പാനിടയായി. ആ സന്ദർഭത്തിലാണ് മലബാറിന്റെ പ്രവർത്തനത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിയത്. അതായത് 1966 അന്ന് മലബാറിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന് 6 സഭകളും 1 സഭയിൽ 1.5 വീട്ടുകാരുമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നോർത്ത് വളരെ ഭാരപ്പെട്ടുകൊണ്ടേയിരുന്നു. 65 അഞ്ചിലാണ്, 64 കഴിഞ്ഞ് 65 66 പഠിത്തം കഴിഞ്ഞ് 67 ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. ഈ 66 ജനുവരി മാസത്തിലായിരുന്നു ഞങ്ങളുടെ ഈ ടൂർ, അതായത് HMCയുടെ പ്രവർത്തനം. ആ പ്രവർത്തനം കഴിയാറായപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. ഈ മലബാറിൽ നിനക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നൊരു ചോദ്യത്തിന് മുമ്പിൽ ഞാനായി. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ നിർബന്ധിച്ചു, എൻ്റെ ആയുഷ്കാലം മലബാറിൽ കർത്താവിന്റെ വേല ചെയ്തു കൊള്ളാം. ആ ഉടമ്പടിയുടെയും തീരുമാനത്തിന്റെയും വെളിച്ചത്തിലാണ് ഞാൻ ഇന്ന് വരെയും മലബാറിൽ കർത്താവിന്റെ വേല ചെയ്യുന്നത്. അപ്പൊ പാസ്റ്റർകളെ ഉദ്ദേശം ഒരു 66, 67 ആ ആണ്ട് മുതൽ അല്ലേ? 66 മുതൽ മലബാറിൽ പ്രവർത്തിക്കുന്നുണ്ട്. 59 വർഷം ആകുന്നു. 59 വർഷങ്ങളാകുന്നു. ചാക്കോ സാറിന്റെ കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മുടെ റാന്നിയിലെ ചാക്കോ സാർ ഇപ്പോൾ അമേരിക്കയിൽ ഒക്ലഹോമയിലുള്ള ഓക്ലഹോമയിലുള്ളതായ ചാക്കോ സാറാണ്. ഞങ്ങളുടെ നാട്ടുകാരനാണ്. ചാക്കോ സാർ ഞങ്ങളുടെ നാട്ടുകാരനാ. പഴയ നല്ലൊരു മനുഷ്യനും വളരെ തീഷ്ണതയുള്ള ആളും നന്നായി പഠിപ്പിക്കുന്ന ഒരു ദേവദാസനാണ്. അതെ, ഞങ്ങളുടെ നാട് പെന്തക്കോസ്തുകാരുടെ ഒരു ഈറ്റില്ലമാണെന്ന് പറയാം. അപ്പം ഞങ്ങളുടെ നാട്ടിലെ വളരെ പ്രസിദ്ധനാകുന്ന ഒരു പഴയകാല കർത്താവിൻ്റെ ദാസനാണ് കോളാകട്ട് മത്തായി ഉപദേശിയുടെ മകനാണ് ഈ പറഞ്ഞ KC ചാക്കോ എന്ന് പറയുന്ന ചാക്കോ സാർ. ദൈവത്തിന് സ്തോത്രം. കേട്ടപ്പോൾ ഒരു വലിയ സന്തോഷം, അതുകൊണ്ടങ്ങ് പറഞ്ഞതാണ്. ഭക്ഷണങ്ങളിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ജീവിതാനുഭവങ്ങൾ പണ്ട് മുതലുള്ളത് പറയാം. അങ്ങനെ ആ ഹോം മിഷണറി കൗൺസിലിന്റെ ടീം പിരിച്ചുവിട്ടതിന് ശേഷം ഞാൻ അവിടുത്തെ അതിനടുത്ത് കണിച്ചാർന്നൊരു സ്ഥലമുണ്ട്, അവിടെ താമസിച്ചുകൊണ്ട് പ്രവർത്തിപ്പാൻ തീരുമാനിച്ചു. അപ്പോൾ എന്നെ സഹായിക്കാൻ എൻ്റെ വീട്ടുകാരില്ല, എനിക്കൊരു സഭക്കാരില്ല, സംഘടനയില്ല. ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഒരു മർത്തോമക്കാരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തക്കോണം ദൈവം വഴി തുറന്നു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു സാധാരണ ഒരു കൂലിപ്പണിയുണ്ട്, ഈ രാമച്ചം പറിക്കുക എന്നുള്ള ഒരു കൂലിപ്പണി. അത് രാവിലെ മുതൽ 1 മണി വരെ ഉള്ളതായ ആ കൂലിപ്പണിക്ക് 2.25 രൂപയാണ് അന്നത്തെ കൂലി. ഞാൻ തിങ്കൾ ചൊവ്വ മുതൽ 3 ദിവസം ആ കൂലിപ്പണിക്ക് പോയിട്ട് കിട്ടുന്നതായ 6.25 രൂപ, 7.5 രൂപ, ആ 7.5 രൂപയെ കൊണ്ടാണ് തുറന്നുള്ളതായ ദിവസങ്ങളിൽ ജീവിക്കുകയും അതുപോലെ സഭായോഗത്തിന് 15 മൈൽ നടന്നുപോയി ഇരിട്ടി വള്ളിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സഭായോഗത്തിന് കൂടുകയും ചെയ്തിരുന്നു. അങ്ങനെ സഭായോഗത്തിന് കൂടുമ്പോൾ അവിടെ 1 രൂപ സ്തോത്ര കാഴ്ചയിടും.
ഈ 7.5 രൂപയിൽ 1 രൂപ അവിടെ സ്തോത്ര കാഴ്ചയിടും. ദൈവകൃപയാല് ഒരാഴ്ച പോലും സഹായവും മുടക്കാതെ ആ നാളുകളിലെല്ലാം മുമ്പോട്ട് പോയി. തുടർന്ന് അവിടെ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. കണിച്ചാറില് കുറെ സമുദായക്കാരായിട്ടുള്ളവരൊക്കെ താല്പര്യപ്പെടുകയും ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ബാംഗ്ലൂർ ബൈബിൾ കോളേജിൽ നിന്ന് അടൂർ സ്വദേശിയായ ബെഞ്ചമിൻ എന്ന് പറഞ്ഞതായ ബൈബിൾ കോളേജ് രജിസ്ട്രാറും കോട്ടയം സ്വദേശിയായ KV കുര്യച്ച് എന്ന് പറഞ്ഞതായ ദേവദാസനും മലബാർ സന്ദർശനത്തിന് വന്നു. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് അവരെ രണ്ടുപേരെയും കൂട്ടി കണിച്ചാറില് ഒരു ചെറിയ സുവിശേഷ യോഗം നടത്തുവാനിടയായി. അതിനു മുമ്പ് തന്നെ ഞാൻ ഇങ്ങനെ ട്രാക്ട് കൊടുത്ത് ഭവന സന്ദർശനം നടത്തി പോകുമ്പോൾ അസീസ് എന്ന് പറഞ്ഞതായ ഒരു യുവാവിനെ പരിചയപ്പെടുവാനും ട്രാക്ട് കൊടുക്കുവാനും ഇടയായി. അടുത്ത ദിവസം അതിനുശേഷമുള്ള വീടുകളിലേക്ക് ഞാൻ പോകുമ്പോൾ അദ്ദേഹം എന്നെ കാത്തിരുന്നു. അദ്ദേഹം ഞാൻ കൊടുത്ത ട്രാക്ട് വായിച്ചു. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് രാമച്ചം പാറ്റുന്നതായ ഒരു ചെറിയ പുരയുണ്ട്, അവിടെ പോയിരുന്ന് ദൈവത്തിന്റെ വചനം നന്നായി പറഞ്ഞു കൊടുത്തു. ആ വചനം കേട്ടപ്പോൾ അദ്ദേഹം പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ഇതുവരെ പിശാചിനെ സേവിച്ചു, ഇനിയുള്ള കാലം ജീവിക്കുന്നവനായ യേശുവിനായി ജീവിക്കുന്ന ഒരു തീരുമാനമെടുത്തു. അതിനെ തുടർന്ന് അതിനടുത്തുള്ളതായ ഒരു മർത്തോമാ ഭവനത്തില് ഒരു സഭായോഗം നടക്കുവാൻ ഇടയായി. സൺഡേ സ്കൂൾ ആരംഭിച്ചു. ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് ആ സീസണും അവിടെ നിൽക്കുവാൻ കഴിയാത്തതായ ചില പ്രയാസങ്ങൾ ആ ദേശത്തുണ്ടായി. അതിനെ തുടർന്ന് മീനങ്ങാടിയിൽ താമസിച്ച് ബൈബിൾ സ്കൂളിലെ പഠിത്തം കഴിഞ്ഞ് താമസിച്ചിരുന്നായ VA തോമസ്, കർത്താവിൽ പ്രസിദ്ധനായ VA തോമസ്, അന്ന് ബൈബിൾ സ്കൂൾ പഠിത്തം കഴിഞ്ഞ് അവിടെ വീട്ടിൽ താമസിക്കുകയാണ്. അദ്ദേഹത്തെ വരുത്തി എനിക്ക് പരിചയമുള്ളതായ വീടുകളും എല്ലാം പരിചയപ്പെടുത്തി അവിടെ തുടർന്ന് സഭായോഗം നടത്തുവാനുള്ളതായ ക്രമീകരണം ചെയ്ത് ഒരു ഞായറാഴ്ച രാത്രിയിൽ ഞാനും അസീസും കൂടി അവിടുന്ന് യാത്ര തിരിച്ചു. ഇതിനിടയിൽ ബെഞ്ചമിൻ സാറുമായിട്ട് ഈ അസീസ് പരിചയപ്പെട്ടിരുന്നതുകൊണ്ട് ബെഞ്ചമിൻ സാർ പറഞ്ഞു, അസീസിന്റെ കാര്യം ഞാൻ ഏറ്റു. അദ്ദേഹം ബാംഗ്ലൂർ കൊണ്ടുപോയി അവിടെ പഠിപ്പിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടു. പക്ഷേ അസീസിന് താല്പര്യം ഹിന്ദി ബൈബിൾ കോളേജിൽ പോകുവാനായിരുന്നു. കാരണം അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, വടക്കേണ്ടി ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ വിവാഹത്തിന് വന്നതാണ്. ആ സമയമാണ് അദ്ദേഹം രക്ഷിക്കപ്പെടുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, ബാംഗ്ലൂരിൽ അദ്ദേഹം പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടുകാരായ ചിലർ അവിടെ എത്തുന്നു എന്നറിഞ്ഞ് ബൈബിൾ സ്കൂളിലെ ചുമതലപ്പെട്ടവര് ഹർദോയി ബൈബിൾ കോളേജിലേക്ക് അയച്ചു. അസംബ്ലീസ് ഗവൺമെന്റ്, അത് ഹിന്ദി ബൈബിൾ കോളേജാണ്. അവിടെ അദ്ദേഹം പഠിക്കുവാനും അനന്തരമായിട്ട് എവരിയോം ക്രൂസൈഡിലെ ഒരു പ്രവർത്തകനായി ഡൽഹി തുടങ്ങിയതായ പ്രദേശങ്ങൾ പ്രവർത്തിച്ച് ഇപ്പോഴും അദ്ദേഹം ഡെറാഡൂൺ എയർപോർട്ടിന് അടുത്ത് ഒരു വീട് വെച്ച് താമസിച്ച് കുടുംബമായിട്ട് അവിടെ ആയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ ആ ചരിത്രം അവിടെ നിർത്തട്ടെ. കണിച്ചാറ് സഭ വളർന്നുകൊണ്ടിരുന്നു. പ്രിയ VA തോമസ് പാസ്റ്ററെ കർത്താവ് കരങ്ങൾ ഉപയോഗിച്ചു. തുടർന്ന് ഞാൻ എൻ്റെ 3-ാം വർഷത്തെ പഠിത്തത്തിന് വേണ്ടി 1966 ജൂണില് വീണ്ടും ബഥേൽ ബൈബിൾ സ്കൂളിലെത്തി. 67 ജനുവരിയിൽ ബൈബിൾ സ്കൂളിലെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ കാഞ്ഞങ്ങാടാണ് എനിക്ക് പ്രവർത്തിപ്പാൻ, മലബാറിൽ പ്രവർത്തിക്കണമെന്നുള്ള താല്പര്യപ്പെട്ടപ്പോൾ കാഞ്ഞങ്ങാട് പോയി പ്രവർത്തിപ്പാൻ തക്കമുള്ളതായ വഴികൾ ദൈവം തുറന്നു. അങ്ങനെ 67 ഫെബ്രുവരി മുതൽ കാഞ്ഞങ്ങാട് താമസിച്ചുകൊണ്ട് പ്രവർത്തിപ്പാനിടയായി. പല പരസ്യങ്ങൾ നടത്തുമ്പോൾ വിവിധങ്ങളായിരിക്കുന്നതായ സുവിശേഷ വിരോധികളുടെ എതിർപ്പുകളെ അഭിമുഖീകരിക്കുവാനിടയായി. പ്രിയ നിർമ്മല പീറ്ററിന്റെ മാതാവും പിതാവും നിർമ്മല പീറ്ററിന്റെ സഹോദരിമാരൊക്കെ അന്ന് അവരൊക്കെ ചെറുപ്പക്കാരാണ്, നന്നായി പാട്ട് പാടുന്നവരാണ്. അവരെയൊക്കെ കൂട്ടി പരസ്യങ്ങൾക്ക് പാടുകയും അവര് നല്ല സാക്ഷ്യം വഹിക്കുകയൊക്കെ ചെയ്തതായ പ്രിയപ്പെട്ടവരാണ്. ഞങ്ങളെ ഒരിക്കലൊരു പരസ്യയോഗത്തില് വലിയൊരു ജനക്കൂട്ടം കൂടിയിരിക്കുമ്പോൾ സുവിശേഷ വിരോധികൾ അതിന്റെ നടുവിൽ വന്ന് എതിർക്കുന്ന വേളയിൽ ഞങ്ങള് എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ആ കൂടി നിന്നവരിൽ ഒരുവൻ അയാൾ ഉടുത്തിരുന്നതായ പുറമെ കൊടുത്ത മുണ്ട് പറിച്ചു മാറ്റി ഒരു ട്രൗസർ ഇട്ടുകൊണ്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് കയറി വന്നിട്ട് ഞങ്ങളെ എതിർത്തവരെ വെല്ലുവിളിപ്പാനിടയായി. അങ്ങനെ ആ വെല്ലുവിളിച്ചവരെല്ലാം മാറിപ്പോവുകയും തുടർന്ന് 1 മണിക്കൂർ നേരം കൂടെ ഞങ്ങളെ കൊണ്ട് അവിടെ പ്രസംഗിക്കുവാനിടയായി തീർന്ന സംഭവം ഓർക്കുന്നു. അങ്ങനെയുള്ളതായ പല സംഭവങ്ങൾ അവിടെ ഉണ്ടായി. 1967 ഡിസംബർ 7-ാം തീയതിയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്.
കാഞ്ഞങ്ങാട് പലരും ആരാധനയ്ക്ക് കൂടി വന്നു തുടങ്ങിയപ്പോൾ പല സഹോദരിമാർക്കും അവിടെ വരുന്നതിന് തടസ്സമായിട്ട് വന്നതായ ഒരു വിഷയം ഞാൻ ഏകനായിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി അന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചുമതലക്കാരനായിരുന്ന പുനലൂർ ബൈബിൾ സ്കൂളിന്റെ പ്രിൻസിപ്പാളായ സി കുഞ്ഞുമൻ സാറിന് ഞാനൊരു കത്തെഴുതി, എന്നെക്കാൾ പ്രായം കൂടുതലെന്നുള്ളതായ ഒറ്റ വ്യവസ്ഥയുള്ളൂ, ആരെങ്കിലും കർത്താവിന്റെ പേരയ്ക്ക് പ്രയോജനപ്പെടുന്നവരുണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിപ്പാൻ തയ്യാറാണെന്ന് പറഞ്ഞ് എഴുതി. എന്റെ വീട്ടിൽ പല കല്യാണാലോചന ചെന്നപ്പോൾ പെന്തക്കോസുകാരായിരിക്കുന്ന മക്കൾ എനിക്കില്ല എന്ന് പറഞ്ഞ് അവരതിൽ നിന്ന് കൈയൊഴിഞ്ഞു. ഒടുവിൽ പുനലൂർ ബൈബിൾ സ്കൂളിൽ 3 വർഷം പഠിച്ചിട്ട് കൊല്ലം അസംബ്ലീസ് ഓഫ് ഗോഡ് ഫെയ്ത്ത് ഹോമിൽ താമസിച്ചിരുന്ന ഗ്രേസി എന്ന് പറയുന്നതായ ഒരു യുവതി, അവളുടെ സ്വന്തം നാട് കായംകുളമാണ്. കത്തോലിക്കയിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന നിമിത്തമായി എന്നെ പോലെ വീട്ടിൽ നിന്ന് ഏകയായി പുറപ്പെട്ടതാണ്. അതുകൊണ്ട് അവിടുത്തെ ഫെയ്ത്ത് ഹോമിലായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ കർത്താവിന്റെ ദാസൻ ഈ ആലോചന പറയുകയും അത് ഏറ്റെടുക്കുകയും ദൈവഹിതമെന്ന് ബോധ്യമാകുകയും ചെയ്തതുകൊണ്ട് 67 ഡിസംബർ 7-ാം തീയതി ഞങ്ങളുടെ വിവാഹം കൊല്ലം അസംബ്ലീസ് ഓഫ് ഗോഡ് വെച്ച് നടന്നു. അന്ന് കൊല്ലത്തിന് പരിസരങ്ങളിലുള്ളതായ ദൈവദാസന്മാരും പുനലൂർ ബൈബിൾ സ്കൂളിൽ അവധി കൊടുത്ത് അവിടെയുള്ളതായ ദൈവമക്കളും അധ്യാപകരും മിഷണറിമാരും എൻ്റെ ഭാര്യയുടെ വീട്ടുകാര് പെന്തക്കോസ്തുകാരുടെ കല്യാണം കാണുവാനുമായി കൂടി വന്നു. കല്യാണം കഴിഞ്ഞ് ചില ദിവസങ്ങൾക്ക് ശേഷം ഞാന് ഭാര്യയുമായി കാഞ്ഞങ്ങാടേക്ക് വരുവാനിടയായി. എന്നാൽ കാഞ്ഞങ്ങാട് താമസിച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെ അവിടുന്ന് 30 മൈൽ കിഴക്കുള്ളതായ പാണത്തൂര് എന്ന സ്ഥലത്ത് പ്രവർത്തനം തുടങ്ങി. അവിടെ എല്ലാം പോയി പ്രവർത്തിച്ച് അതിനിടയ്ക്കുള്ളതായ സ്ഥലങ്ങളിലെല്ലാം പരസ്യങ്ങൾ നടത്തുവാനിടയായിട്ടുണ്ട്. ഈ പാണത്തൂര് എന്നപ്പോൾ അവിടെ ചില വളരെ താല്പര്യമായിട്ട് അവിടെ ഒരു പ്രാർത്ഥനാ കൂടിവരവ് ഉണ്ടാകണമെന്ന് താല്പര്യപ്പെട്ടു. അങ്ങനെ അവിടെ താമസിച്ച് പ്രവർത്തിപ്പാൻ ചില ദിവസങ്ങൾ വേർതിരിക്കുകയും ചില മീറ്റിങ്ങുകൾ അവിടെ ക്രമീകരിക്കുകയും ചെയ്തു. വളരെ വേഗത്തിൽ പാണത്തൂര് സഭ വളർന്നു വരുവാനിടയായി. അപ്പോൾ പാണത്തൂരും കാഞ്ഞങ്ങാടും രണ്ടും കൂടെ വഹിപ്പാൻ കഴിയാത്തതായ സാഹചര്യമായതുകൊണ്ട് പാണത്തൂരേക്ക് മലബാറിൽ മീനങ്ങാടിയിൽ എൻ്റെ കൂടെ പഠിച്ച് ശേഷം വീട്ടിലായിരുന്ന MT അയ്യപ്പൻ എന്ന് പറഞ്ഞതായ ആ ദേവദാസനെ അവിടുത്തെ ചുമതല ഏൽപ്പിച്ച് താനാണ് തുടർന്ന് അവിടെ പ്രവർത്തിപ്പാനിടയായത്. ഞാൻ കാഞ്ഞങ്ങാടും അദ്ദേഹം പാണത്തൂരുമായി പ്രവർത്തിച്ചു. 68 ഏപ്രിൽ ഒടുവിലായപ്പോൾ ഞങ്ങൾക്കൊരു ട്രാൻസ്ഫർ കോഴിക്കോടിന് കിഴക്ക് കോടഞ്ചേരി അടുത്ത് നെല്ലിപ്പൊയിൽ മീൻമുട്ടി പുലിക്കോ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഒരു ട്രാൻസ്ഫർ ലഭിച്ചു. ഞങ്ങളങ്ങനെ 68 മെയ് 30-ന് ഈ സ്ഥലത്തെത്തി. അവിടെ ആ സ്ഥലക്കാരനാണ് നമ്മുടെ നോബൽ പി തോമസ് ഒക്കെ, അവിടുത്തെ ചർച്ചിലെ മെമ്പറാണ്. അവിടെ താമസിച്ച് 3 വർഷം പ്രവർത്തിപ്പാൻ ദൈവം കൃപ ചെയ്തു. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പ്രാദേശികമായ പല പ്രയാസങ്ങൾ നിമിത്തമായി സഭ വളരെ തളർന്നിരുന്ന ഒരവസ്ഥയാണ്. പക്ഷേ അന്ന് മലബാറിലെ ഏറ്റവും വലിയ സഭയായിരുന്നു. പക്ഷേ കേസുകളും വഴക്കുകളും മറ്റുമായിട്ട് സഭ തളർന്നു പോയിരുന്ന രംഗമായിരുന്നു. എങ്കിലും അതിനെല്ലാം പരിഹാരം ഉണ്ടാകുവാൻ തുടർച്ചയായി 90 ദിവസം ഉപവാസ പ്രാർത്ഥന നടന്നു. ആ ഉപവാസ പ്രാർത്ഥന സമാപനമായപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, രമ്യതയിലായി. അതിന്റെ ശേഷമായി അവിടെ ഒരു കൺവെൻഷൻ നടക്കുവാനിടയായി. ആ കൺവെൻഷനിൽ പാസ്റ്റർ PD ജോൺസണും എൽസാം സാറും ആയിരുന്നു അന്ന് വന്നിരുന്നു. അതിമനോഹരമായ വലിയ ഒരു കൺവെൻഷൻ ആയിരുന്നു അത്. അത് നിമിത്തം അവർ പിന്നീട് അസംബ്ലീസ് ഓഫ് ഗോഡ് ദൂതൻ മാസികയിൽ എഴുതി മലബാറിലെ യെരുശലേം എന്ന്, അവിടുത്തെ കൺവെൻഷനുള്ള ബന്ധത്തില്. ഈ അവിടെ പ്രവർത്തിക്കുന്നതായ കാലയളവിൽ ഒരുപാട് ദൈവപ്രവർത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കോണം ഇടയായിട്ടുണ്ട്. ചിലത് പറയാം. ഒന്ന്, അവിടെ ഒരു വീട്ടില് പൈശാചിക ബാധ നിമിത്തമായിട്ട് വീട് നിറച്ച് എന്ന് പറഞ്ഞാൽ അടുക്കളയിലും മുറികളിലും എല്ലാം ഒരു 1.5 അടി നീളം വരുന്നതായ പാമ്പുകൾ. പകല് ഒരു 4 മണി സമയമാണ്, വൈകുന്നേരം 4 മണി. എന്നാൽ ഇതിന് തലേ രാത്രിയിൽ ഞങ്ങൾക്കൊരു ഓൾ നൈറ്റ് പ്രയർ ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഈ പറഞ്ഞ വീട്ടിൽ നിറച്ച് പാമ്പുകൾ വന്ന് കൂടിയിരിക്കുന്നതും അവിടെ നിന്ന് ആളയച്ച് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതും. ഈ സ്വപ്നം കണ്ടെഴുന്നേറ്റ് ഞങ്ങൾക്ക് പതിവ് പോലെ 4 മണിക്ക് ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കുവാനായിട്ട് അടുക്കളയിലേക്ക് കയറിയപ്പോൾ ആ വീട്ടിലെ മാതാവ് ആ വഴി വന്ന് അവരോട് ഈ സ്വപ്നം എൻ്റെ ഭാര്യ പറഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടില്ല.
ഇതെല്ലാം കഴിഞ്ഞ് ആ മാതാവ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടില് സഹായിയാകുന്ന ഒരു കത്തോലിക്ക സ്ത്രീയുണ്ട്. അവർക്ക് ചെവി കേൾക്കത്തില്ല, സംസാരിക്കത്തില്ല. അവരെ ചുറ്റിപ്പറ്റി ഈ മാതാവിന്റെ മക്കളെല്ലാവരും നിന്നിരുന്നു. കൂട്ടക്കരച്ചിലായിരുന്നു. എന്താന്ന് ചോദിച്ചപ്പോൾ മൂത്ത മക്കൾ പറഞ്ഞു, ആ വീട് നിറച്ച് പാമ്പാണ്, അങ്ങോട്ട് പോകാൻ പാടില്ലെന്ന്. അപ്പോൾ പറഞ്ഞു, ദൈവദാസൻ അവിടെ ഉണ്ട്, വേഗത്തെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ഇതൊന്നും അറിയാതെ അവിടെ ചെല്ലുമ്പോൾ വീടിന്റെ മുറ്റത്ത് ഒന്നിനെ കണ്ട് അവിടെ ഒരു തൂമ്പ അഥവാ കൈക്കോട്ടെന്ന് പറയുമ്പോഴേ മലബാറിൽ അതെടുത്ത് അടിച്ചു കൊന്നു. വീടിന്റെ വാതിൽ കയറുമ്പോൾ വീടിന്റെ ആ വാതിലിന്റെ ഒരു പകുതിയിലധികം ഭാഗത്തുകൂടെ ഇത് തിങ്ങി വെളിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഈ പ്രിയപ്പെട്ട മക്കളുണ്ട്. ഞങ്ങൾ വീടിനകത്ത് കയറി പ്രാർത്ഥിച്ച് ശാസിച്ചു കഴിഞ്ഞപ്പോൾ ദൈവകൃപയാൽ ഒരെണ്ണം പോലും അവിടെ ശേഷിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന മെത്തയും മറ്റു കിടക്കുകളെല്ലാം തുറന്ന് കാണിച്ച് അവിടെ ഒന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തി അല്പസമയം അവിടെ ഇരുന്ന് ഒരു കാപ്പി കുടിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോരുവാനിടയായി തീർന്നത്. അതുപോലുള്ളതായ പല സംഭവങ്ങൾ അവിടെ ഉണ്ടായി. എല്ലാം വിശദീകരിപ്പാൻ തക്കവണ്ണം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നീട് അവിടെ അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ വാര്യാവര യോഹന്നാച്ചായ എന്ന് പറയുന്ന ദേവദാസനും കൂടുതൽ കുഞ്ഞു എന്ന് പറഞ്ഞതായ ദേവദാസൻ രണ്ടുപേരെയും വിളിച്ച് ഒരു കാത്തിരിപ്പ് യോഗം നടത്തി. കാത്തിരിപ്പ് യോഗം കഴിഞ്ഞ് ഞങ്ങൾ പകൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വാര്യാവര യോഹന്നാച്ചൻ എന്ന് പറയുന്ന ദേവദാസൻ കൊണ്ട് പറഞ്ഞു, പാസ്റ്റർ, നിങ്ങളുടെ ഇവിടുത്തെ ശുശ്രൂഷ തീർന്നു. അപ്പോൾ എല്ലാ മാസവും സ്നാനം നടക്കുന്നു. അനേക കുടുംബങ്ങൾ പുതുതായിട്ട് ആരാധനയ്ക്ക് വന്നു തുടങ്ങി. വലിയ ഹോൾ നിറച്ച് വിശ്വാസികളുണ്ട്. 100-120 സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുണ്ട്. അത്രമാത്രം അഭിവൃദ്ധിപ്പെട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദൈവാലോചന. എനിക്കറിയാം, നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ സംബന്ധിച്ചിട്ടുള്ളതായതുകൊണ്ട് എനിക്കറിയാം അത് നിശ്ചയമായും കൃത്യമാണ് എന്ന്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദേവദാസനെ, അല്പസമയം കൂടെ പ്രാർത്ഥനയ്ക്കിരിക്കണം. ഇനി ഞങ്ങൾ ഇവിടുന്ന് എവിടേക്കാണ് പോകേണ്ടത്? അതിനൊരു നിർണയം ഉണ്ടാകണം. അദ്ദേഹം പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ കൂടുതൽ കുഞ്ഞുസാറിനും ഈ വര്യാവരയോനാച്ചാരി ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് പട്ടണത്തിൽ ഒരു ശുശ്രൂഷ ഉണ്ട് എന്ന്. അപ്പോൾ എനിക്കറിയാം, കോഴിക്കോട് പട്ടണത്തിൽ 3 വർഷം മുമ്പേ ഒരു പ്രവർത്തനം ആരംഭിച്ചതാണ്. ഒരു വിധത്തിലും അത് സക്സസ് ആയിട്ടില്ല. വേല മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് അവിടെ ആയിരിക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ അവർ പറഞ്ഞതായ ദൈവിക ആലോചന ഏറ്റെടുക്കുകയും അവർ പോയി കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫറിന് വേണ്ടി അന്നത്തെ മലബാറിന്റെ ചുമതല വഹിച്ചിരുന്നതായ പാസ്റ്റർ പി ജെ സാമുവേൽ എന്ന് പറഞ്ഞ ദൈവദാസനെ അറിയിക്കുവാനിടയായി. പാസ്റ്റർ പി ജെ സാമുവേലും കെ ജെ മാത്യു പാസ്റ്റർ പിതാവായിരിക്കുന്ന കെ എം ജോസഫ് പാസ്റ്റർ ആയിരുന്നു അന്നത്തെ മലബാറിലെ ലീഡേഴ്സായിട്ട് മലബാറിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഈ എൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടിയുള്ള അപേക്ഷ കിട്ടിക്കഴിഞ്ഞപ്പോൾ പാസ്റ്ററിൽ നിന്ന് എങ്ങനെയോ അറിഞ്ഞ് സഭയിലുള്ളതായ ചില പ്രിയ സഹോദരന്മാര് ഒരുമിച്ച് മാനന്തവാടി ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങൾ കൂടിയാണ് ടി സി വർഗീസ് പാസ്റ്റർ കുടുംബം പോയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വർഷം മാറ്റം കൊടുക്കാൻ പാടില്ല. ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു വിധത്തിലും ശുശ്രൂഷയിൽ സഹായിപ്പാൻ കഴിഞ്ഞിട്ടില്ല, സാമ്പത്തികമായിട്ടുമെല്ലാം. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഒരു വർഷം കൂടെ ഇരുത്തണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് സമ്മതിക്കുകയും 1-2 ആഴ്ചയ്ക്ക് ശേഷം ഈ മീൻമുട്ടി സഭയിൽ അഥവാ ഈ പുലിക്കേസ് സഭയിലേക്ക് അദ്ദേഹം വന്നിട്ട് പൊതുവിൽ പ്രസംഗിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ബ്രദർ വർഗീസ്, ഈ വർഷം എന്തായിരുന്നാലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഇല്ല, നിങ്ങൾ ഇവിടെ തന്നെ തുടരണം. ഞാൻ ഒരു മറുപടി അന്നേരം പറഞ്ഞില്ല. അദ്ദേഹം പോകാൻ നേരത്ത് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതിന് വിപരീതമായി എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല, എനിക്ക് ട്രാൻസ്ഫർ ലഭിച്ചേ പറ്റൂ. അങ്ങനെ അന്ന് അവര് ചുമതലപ്പെട്ടവര് മലബാറിലെ മറ്റു വലിയ സഭകൾ തരാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടിരുന്നപ്പോൾ പുനലൂരിൽ നിന്ന് കുഞ്ഞുമ്മ സാറ് എനിക്ക് എഴുതി, ബ്രദർ വർഗീസ്, നിങ്ങൾക്ക് കോഴിക്കോട് പോയി പ്രവർത്തിപ്പാൻ കഴിയുമോ? ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നേരത്തെ എന്നോട് സംസാരിച്ചതായതുകൊണ്ട് പോയി പ്രവർത്തിക്കാം എന്ന് സമ്മതിക്കുകയും അങ്ങനെ 1971 ജൂൺ മാസം 1-ാം തീയതി ഞങ്ങൾ കോഴിക്കോടേക്ക് പോരുവാൻ തക്കവണ്ണമിടയായി. കോഴിക്കോട് ഒരു വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട്, ഈ കോട്ടുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് കയറി ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ മറ്റ് പല സഭക്കാരും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പല സഭക്കാര് വേർപാടുകാര് ഒക്കെ ഞങ്ങളെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും അതൊന്നും കൂട്ടാക്കാതെ കർത്താവിന്റെ വേല ചെയ്തു പോന്നു. ഒരു കാര്യം അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ വേല വിജയിക്കണമെങ്കിൽ ഒരു സ്ഥാപനം ഉണ്ടായേ മതിയാകുള്ളൂ. മറ്റുള്ള എല്ലാവർക്കും സ്ഥാപനങ്ങളുണ്ട്. അതിനുവേണ്ടി ആഗ്രഹിക്കുകയും
ചുമതലപ്പെട്ടവരോട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവര് ഒരു 20,000 രൂപ കോഴിക്കോട് പ്രവർത്തനത്തിന് തരാമെന്ന് പറഞ്ഞു. പക്ഷേ അതുപോരാ, അതുകൊണ്ടൊന്നും സാധിക്കത്തില്ല എന്ന് പറയുകയും മറ്റും ചെയ്തു. ഒടുവിലായി ഒരു കൺവെൻഷൻ അവിടെ ടൗൺ ഹാളിൽ ക്രമീകരിച്ചു. കൺവെൻഷന്റെ ആദ്യത്തെ ദിവസം പാസ്റ്റർ പി എൻ സക്കറിയ പ്രസംഗിച്ചു. രണ്ടാമത്തെ ദിവസം റവറൻഡ് ഡോക്ടർ സി കുഞ്ഞുമനാണ് പ്രസംഗിക്കേണ്ടത്. എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു. ഈ വാൾ പോസ്റ്റ് ഒട്ടിക്കാനൊക്കെ പോയത് എനിക്ക് കൂടെ ആരുമില്ല. ഞാൻ തന്നെയാണ് സൈക്കിളില് ബക്കറ്റിൽ പശയൊക്കെ ആയിട്ട് ഈ വാൾ പോസ്റ്റ് ഒട്ടിക്കാൻ പോയിരുന്നത്. ഒട്ടിച്ചൊടിവില് ഈ ടൗൺ ഹാളിന്റെ വാതിക്കൽ എത്തിയപ്പോഴാണ് അന്ന് ഒരു രാഷ്ട്രീയ മീറ്റിംഗ് അവിടെ നടക്കുന്നു എന്നറിയാനിടയായത്. അത് നിമിത്തം ആ മീറ്റിംഗ് തുടർന്നുള്ള 2 ദിവസം അവിടെ നടക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ പല സ്ഥലങ്ങൾ വാങ്ങിക്കുവാനായിട്ടുള്ളത് കണ്ടുവച്ചിരുന്നതിൽ പ്രധാനപ്പെട്ടതായ ഒരു സ്ഥലം ഈ ഡോക്ടർ സി കുഞ്ഞുമനെ കൊണ്ട് കാണിച്ചു. അദ്ദേഹം അത് കണ്ടു കഴിഞ്ഞപ്പോൾ അത് മതി എന്ന് സമ്മതിക്കുകയും അങ്ങനെ ടൗണിന്റെ സെൻട്രൽ ഭാഗത്ത് 38 സെന്റ് സ്ഥലം 85,000 രൂപ വിലയ്ക്ക് അല്പ കടബാധ്യത ഉണ്ടായിരുന്നെങ്കിൽ കൂടെ അത് വാങ്ങിക്കുവാനിടയായി. ഇപ്പോഴത്തെ അവിടുത്തെ CH ഓവർബ്രിഡ്ജിന്റെ സൈഡിലായിട്ടുള്ളതായ ആ 38 സെന്റ് സ്ഥലം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു 13 സെന്റ് സ്ഥലമെങ്കിലും നമുക്ക് അതിൽ നിന്ന് വിൽക്കാൻ കഴിയും, അങ്ങനെ കടബാധ്യത തീർക്കാം, നമുക്കത് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് വാങ്ങിക്കുവാനിടയായി. ഒരു വലിയൊരു കെട്ടിടം, ഒരുപാട് മുറികളുള്ളതായ കെട്ടിടം, 8 മുറികള്, അതുപോലെ അതിന്റെ പോർട്ടിക്കോകള്, അകന്നൊരു കിച്ചൺ, ഇതെല്ലാം ഉള്ള ഒരു വലിയ വീടായിരുന്നു. അവിടെ താമസിച്ചുകൊണ്ട് 15 വർഷം പ്രവർത്തിപ്പാനിടയായി. ദൈവകൃപയാൽ അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ, അനേകർ വിശ്വാസത്തിലേക്ക് വരുവാൻ, അനേകരെ സ്നാനപ്പെടുത്തുവാൻ ഒക്കെ ദൈവം കൃപ ചെയ്തു. 1974 എനിക്ക് ഓർഡിനേഷൻ ലഭിച്ചു. അതിന് ശേഷമാണ് ഞാൻ സ്നാനപ്പെടുത്തുവാൻ തുടങ്ങിയത്. ഇതുവരെ എത്ര പേരെ സ്നാനപ്പെടുത്തി എന്നുള്ളതായ ഒരു കണക്ക് എനിക്ക് പറയുവാൻ കഴിയത്തില്ല. അത്രത്തോളം പേരെ സ്നാനപ്പെടുത്തുവാനിടയായി. എന്നാൽ അനേകരെ സ്നാനത്തിലേക്കും പിന്നീട് അനേകരെ പരിശുദ്ധാത്മാഭിഷേകത്തിലേക്കും ഒക്കെ നടത്തുവാൻ ദൈവം കൃപ ചെയ്തു. അങ്ങനെ മുൻപോട്ട് ഒരു അളവില് അവിടുത്തെ അന്നുണ്ടായിരുന്ന ആ പഴയ കെട്ടിടത്തിൽ ആരാധന ആള് ഇരിക്കുവാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി ഒരു പുതിയ ഹോള് അവിടെ ഉണ്ടാക്കുവാനിടയായി. അങ്ങനെ ആ ഹോള് ക്രമീകരിച്ച് ഹോളിൽ ആരാധനയൊക്കെ നടന്ന് മുൻപോട്ട് വരുന്ന കാലയളവില് ഒരു സ്നാനം ഉണ്ടായി. സ്ഥലം വാങ്ങിച്ചതിന്റെ ശേഷമാണ് ആദ്യമായിട്ട് സ്നാനം നടക്കുന്നത് അസംബ്ലി സംഘടന. അതുവരെ ഒറ്റ വ്യക്തി പോലും മുമ്പോട്ട് വന്നിരുന്നില്ല. അന്ന് ഒരു 16 പേര് കൂടി ഒരു ടെമ്പോ ട്രാവലറിൽ ഞങ്ങൾ സ്നാനത്തിനായി പോയി. വെള്ളിമാട്ടം എന്ന് പറഞ്ഞതിനടുത്തുള്ളതായ പൂളക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ആണ് സ്നാനം നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ എത്തി ഒരു പാലം കടന്ന് അങ്ങേ കരയിലെത്തി താഴെ ഇറങ്ങി ആ പുഴയുടെ ഏതാണ്ട് പകുതി ഭാഗത്തോളം നടന്നെങ്കിലേ സ്നാനപ്പെടുത്തുവാൻ ആവശ്യമുള്ള വെള്ളം കിട്ടത്തുള്ളൂ. അങ്ങനെ ആ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ആ വേളയിൽ ഞാൻ പ്രാർത്ഥിച്ചു. കരയിൽ 16 പേര് സഹോദരന്മാരായ 15 പേര് കരയിലുണ്ട്. അവരൊക്കെ പാട്ടൊക്കെ പാടി ഒടുവിൽ സ്നാനപ്പെടുത്തേണ്ടതായ ഒരു എഞ്ചിനീയറുടെ ഭാര്യ ആ സഹോദരിയെ വിളിച്ച്, സഹോദരി വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നു. അവര് തലയെ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കുറെ ശബ്ദവും ബഹളവും ഒക്കെ കേൾക്കാം. പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ അമ്പരക്കുന്ന ഒരു കാഴ്ചയാണ്. എനിക്കും ആ സഹോദരിക്ക് ചുറ്റും വിരല് തിങ്ങി നിൽക്കുന്ന പോലെ സുവിശേഷ വിരോധികള് ആ വെള്ളത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു. എനിക്കും കരയിൽ നിൽക്കുന്നവർക്കും ഇടയിലായിട്ട് 7 പേര് വീതമുള്ളതായ 7 ബാച്ച് ഉണ്ട്. അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഈ കർമ്മം ഇവിടെ ചെയ്യരുത്, ചെയ്താൽ വെട്ടി നുറുക്കി പുഴയിൽ കൂടെ ഒഴുക്കുമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പ്രിയപ്പെട്ട സഹോദരിയെ അവിടുന്ന് സുരക്ഷിതമായി സൂക്ഷിക്കണം, സഭയെ അവിടുന്ന് കാത്തുകൊള്ളണം, എന്നോടുള്ളതായ ദൈവത്തിന്റെ ഹിതമെന്തോ അത് നിവർത്തിച്ചാലും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞു. അതിന് ശേഷം സാധാരണ സ്നാനപ്പെടുത്തുമ്പോൾ ചെയ്തു വന്നതുപോലെ സത്യവാചകം ആ സഹോദരിക്ക് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തി. പാട്ട് പാടുമ്പോൾ അവരുടേതായ സുവിശേഷ വിരോധികളുടേതായ ചില ഗീതങ്ങൾ പാടും. അന്യഭാഷ പറയുമ്പോൾ അവരുടേതായ ചില അസഭ്യ വാക്കുകൾ പറയും. പ്രാർത്ഥിക്കുമ്പോൾ അവര് എന്തൊക്കെയോ വിളിച്ചു പറയും. ഈ സ്നാനം കഴിഞ്ഞ് സഹോദരി കരയിലേക്ക് കടന്നു പോകുവാൻ കഴിയാതെ വരും. ജനം ചുറ്റി തിങ്ങി നിൽക്കുക. ഞാൻ കൈ കരയിലേക്ക് കാണിച്ചപ്പോൾ 2 പേര് 2 സൈഡിലേക്ക് മാറിയ ഇടയ്ക്കൂടെ ആ സഹോദരി കരയിലേക്ക് കയറി പോന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴും ഓപ്പറേഷൻ മൊബിലൈസേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജോൺസൺ എന്ന് പറഞ്ഞൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയും വിളിച്ചു.
അദ്ദേഹം ഇറങ്ങി വന്നു. അദ്ദേഹത്തെ ഇതുപോലെ തന്നെ സ്നാനപ്പെടുത്തി. സുവിശേഷ വിരോധികൾ അവരുടേതായ ക്രിയകളും കർമ്മങ്ങളും പരിപാടികളും അവിടെ നടന്നുകൊണ്ടിരുന്നു. എന്നെ ഏൽപ്പിച്ചതായ ദൗത്യം ഞാൻ അവിടെ നിവർത്തിപ്പാനിടയായി. ഇതെല്ലാം കഴിഞ്ഞ് കരയിലേക്ക് കയറി വന്ന് ഡ്രസ്സൊക്കെ മാറി ആ പാലത്തെ കൂടെ വരുമ്പോൾ താഴേക്ക് നോക്കിയപ്പോഴാണ് ദൈവത്തിന്റെ അത്ഭുതം കാണുന്നത്. ഞാനും ആ സ്നാനപ്പെടുത്തുവാൻ നിന്നവരും ഇന്നതിന് ചുറ്റുമായി നിന്നവരെല്ലാവരും അവരെല്ലാവരും അതേപടി അവിടെ നിൽപ്പുണ്ട്. 7 പേര് വീതമുള്ളതായ 7 ബാച്ചുകളും അവിടെ തന്നെ നിൽക്കുകയാണ്. ഞങ്ങള് ജയം ജയം ഹല്ലേലൂയ എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടി ആ പാലത്തെ കൂടെ ഇങ്ങേക്കരയിൽ വന്ന് വണ്ടിയിൽ കയറി സഭാ ഹോളിലേക്ക് പോരുവാൻ ഇടയായി തീർന്നു. അതിന്റെ അടുത്ത ദിവസം അതിനടുത്തുള്ളതായ ഒരു സഹോദരൻ, ഒരു സ്കൂൾ അധ്യാപകൻ, തൻ്റെ കൂടെ പഠിപ്പിക്കുന്നതായ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരി ടീച്ചറോട് പറഞ്ഞു, ഇന്നലെ ഇതുപോലെയുള്ളതായ കാര്യങ്ങളൊക്കെ നടന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ അവരെന്നെ ഉന്തുകയും തള്ളുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇതെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടേയിരുന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം ഷൊർണൂര് HMCയുടെ ഒരു ടീമിനെ പാർപ്പിക്കാൻ ഒരു വീട് അന്വേഷിക്കാനായിട്ട് പരശുരാം എന്ന് പറഞ്ഞ ട്രെയിനിൽ പോകുന്ന വേളയിൽ എനിക്കൊരു സീറ്റ് കിട്ടി. ട്രെയിനിൽ എൻ്റെ ഓപ്പോസിറ്റ് നിന്ന ഒരാള് എന്റെ മുഖത്തേക്ക് നോക്കി ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നു. ഞാൻ വല്ലാതെ വിഷമിച്ചു. എൻ്റെ ഷർട്ടിന്റെ ബട്ടൺസ് വല്ലതും ഇടാറുണ്ടോ എന്തൊക്കെയാണ് എന്നെ ആപ്പാട് നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും കാണുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ജനം തിങ്ങി നിൽക്കുക. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയാവുന്നു. ഞാൻ പറഞ്ഞു, ഈ തുള്ളക്കാരനെ എല്ലാവർക്കും അറിയാം, പക്ഷെ തുള്ളക്കാരൻ എല്ലാവരെയും അറിയണമെന്നില്ലല്ലോ എന്നൊരു പരിധം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ പൂളക്കടയിൽ വന്ന് അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എത്രയോ പ്രാവശ്യം അവിടെ വന്നു. നിങ്ങളെ സുവിശേഷ വിരോധികളായിരിക്കുന്ന ഞങ്ങൾ വന്ന് വളഞ്ഞെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഓ അറിയാം. ഞാൻ ചോദിച്ചു, എന്നിട്ട് നിങ്ങളെന്താ അന്ന് പറഞ്ഞത്? ആ കർമ്മം അവിടെ ചെയ്താൽ വെട്ടി നുറുക്കി പുഴയെക്കൂടെ ഒഴുക്കൊന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്താ ചെയ്യാഞ്ഞതെന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ അവിടെ വന്ന് വളഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളൊന്ന് ജപിച്ചല്ലോ. ജപിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്തിന്റെ ഭാവം മാറി. ഞങ്ങളുടെ കാലുകൾ പൊന്തിക്കാൻ കഴിഞ്ഞില്ല, കൈകൾ ഉയർത്തുവാൻ കഴിഞ്ഞില്ല. അതെന്താന്ന് അദ്ദേഹം ചോദിപ്പാനിടയായി. ഞാൻ പറഞ്ഞു, 3-ാം ഗേറ്റിനടുത്ത് ഫ്ലൈഓവറിന്റെ അടുത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് പറഞ്ഞ ഒരു ചർച്ച് ഉണ്ട്, നിങ്ങൾ അവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് തിരൂര് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങേണ്ടതായ സമയമായ അദ്ദേഹം ഇറങ്ങി. ഞാൻ ഷൊർണൂർ പോവുകയും ചെയ്തു. ഇങ്ങനെയുള്ളതായ ഒരു ദൈവപ്രവൃത്തി അവിടെ കോഴിക്കോട് സ്നാനക്കടലിൽ വെച്ച് നടന്നത് ഓർക്കുവാൻ തക്കവണ്ണം, ഓർമ്മിക്കുവാൻ തക്കവണ്ണം ഈ സ്ഥലത്തില് ഇടയായത് ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. അതിന്റെ ശേഷമായി അനേക ദൈവപ്രവർത്തികൾ അവിടെ നടക്കുവാൻ തക്കവണ്ണം ഇടയായി. പല കാര്യങ്ങൾ നടന്നു. ഒരു വക്കീല് മാനസാന്തരപ്പെട്ട് അദ്ദേഹത്തെ അവിടെ സ്നാനപ്പെടുത്തുവാനിടയായി. ഡോക്ടേഴ്സിന് പഠിക്കുന്നവര്, പിന്നെ ഈ മറ്റു പലതിനും മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതായ പല സ്റ്റുഡൻസ് വളരെ സ്നാനപ്പെടുത്തുവാനൊക്കെ ഇടയായിട്ടുണ്ട്. അങ്ങനെ അനേകർ വിശ്വസിച്ച് സ്നാനമേറ്റ് സഭ വളരെ വളർന്ന് മുൻപോട്ട് വരുന്നതായ സമയത്ത് അവിടെ നിന്നും അവിടെ താമസിക്കുന്നതായ കാലയളവിൽ തന്നെയാണ് മലബാറിന്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിടയായത്. ഞാൻ മലബാറിന്റെ ചുമതല ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ അന്ന് മലബാറിലാകെ 23 സഭകളായിരുന്നു അസംബ്ലീസ് ഓഫ് ഗോഡ് ഉണ്ടായിരുന്നു. ദൈവകൃപയാൽ ചില വർഷങ്ങൾ ചുമതലപ്പെട്ട് ചെയ്തു കഴിഞ്ഞു. ഞാൻ എന്റെ ചുമതല പാസ്റ്റർ KN ജോസഫിനെ ഏൽപ്പിക്കുമ്പോൾ 65 സഭകളായി വളർന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം പാസ്റ്റർ VT എബ്രഹാമിനെ ആ ചുമതല ഏൽപ്പിക്കുമ്പോൾ ഇപ്പോൾ 300-ലധികം സഭകൾ മലബാറിൽ അസംബ്ലീസ് ഓഫ് ഗോഡിനുണ്ട്. ദൈവത്തിന് സ്തോത്രം. മലബാറിൽ അത്രത്തോളം ആത്മീയമായിട്ടുള്ളതായ വളർച്ചകൾക്കൊക്കെ ദൈവം മുഖാന്തരമാക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. കോഴിക്കോട് താമസിക്കുമ്പോൾ തന്നെ പരപ്പനങ്ങാടിയിൽ ഒരു സഭ ആരംഭിക്കാനിടയായി. താമരശ്ശേരി ഒരു സഭ ആരംഭിക്കാനിടയായി. അതുപോലെ തന്നെ ബത്തേരിയിൽ ഒരു ക്യാമ്പ്, CAയുടെ യൗവനക്കാരുടെ യൂത്തിന്റെ ഒരു ക്യാമ്പ് നടത്തി. 6 പേര് ആ ക്യാമ്പിൽ വെച്ച് സ്നാനപ്പെടുവാൻ തീരുമാനിച്ചത് കൊണ്ട് അവിടെ അതുവരെ ഒരു പ്രവർത്തനമില്ലായിരുന്നു. അവിടെ 6 പേരെ സ്നാനപ്പെടുത്തി. അവിടെ അടുത്തൊരു കെട്ടിടം വാടകയ്ക്കെടുത്ത് മറ്റൊരു ദൈവദാസനെ അവിടെ ആക്കി. അങ്ങനെ ബത്തേരി വേല ആരംഭിക്കാനിടയായി. ഇന്ന് ബത്തേരിയിലെ ചർച്ചിലെ 130-ലധികം കുടുംബങ്ങൾ അവിടുത്തെ ചർച്ചിലെ അംഗങ്ങളായിട്ടുണ്ട്. അതുപോലെ തന്നെ മേപ്പാടില് അവിടെ ഒരു ടീ എസ്റ്റേറ്റിന്റെ നടുക്ക് ഒരു ചെറിയ ഹാളില് പ്രാർത്ഥന ആരംഭിച്ചു. അവിടെയും വലിയ സഭ ഉണ്ടാകുവാനിടയായി. എവിടെ എങ്കിലും സുവിശേഷ വേലയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ അവിടെയൊക്കെയും പോയി കർത്താവിന്റെ വേല ചെയ്യുക, സഭ വളർത്തുക, സഭ ഉണരുക,
എന്നുള്ളതായ വലിയ ലക്ഷ്യബോധത്തോടെ മലബാറിൽ ഇതുവരെയും കർത്താവിന്റെ വേല ചെയ്യുവാനിടയായി. ഇവിടെ കോഴിക്കോട് നിന്ന് ട്രാൻസ്ഫർ ആയത് പാലക്കാടേക്കായിരുന്നു. പാലക്കാട് കുറഞ്ഞ സമയമാണ് പ്രവർത്തിച്ചത്. അവിടെയും പാലക്കാട് കോട്ടമറ്റത്ത് വെച്ച് വലിയൊരു ക്രൂസൈഡ് ക്രമീകരിച്ചു. ഡോക്ടർ മുരളീധരനും ഫാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ കടന്നു വന്ന് അവിടെ മീറ്റിംഗ് നടത്തുവാൻ വലിയ വിജയമായിരുന്നു. അതിനെ തുടർന്നാണ് തലശ്ശേരിയിലേക്ക് മാറുവാനിടയായത്. കോഴിക്കോട് നിന്ന് മാറുമ്പോൾ തന്നെ തലശ്ശേരി പട്ടണത്തിൽ ഒരു സുവിശേഷ പ്രവർത്തനമില്ല, ഒരു ബന്ധക്കോസ് പ്രവർത്തനമില്ല. അതുകൊണ്ട് എനിക്ക് അവിടേക്ക് പോയപ്പോൾ താല്പര്യപ്പെട്ടപ്പോൾ അന്ന് അസംബ്ലീസ് കൊണ്ട് ചുമതലപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ തൽക്കാലം പാലക്കാടേക്ക് പോകുക, പിന്നെ ദൈവം അയക്കുമ്പോൾ തലശ്ശേരിക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ തലശ്ശേരി വന്ന് അവിടെ ഒരു ക്വാർട്ടേഴ്സ് വാടകയ്ക്ക് എടുത്ത് താമസിച്ചുകൊണ്ട് ഞാനും ഭാര്യയും മകനുമായിട്ട് സുവിശേഷ പ്രവർത്തനം ചെയ്തു വന്നു. ഞാൻ മീൻമുട്ടിലായിരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു മകൻ ജനിച്ചത്. കോഴിക്കോടായിരിക്കുമ്പോൾ ഒരു മകൾ ജനിക്കുവാനിടയായി. അങ്ങനെ ഒരു മകനും ഒരു മകളുമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. മകന് കമ്പ്യൂട്ടർ പഠിച്ച് അതിന് ശേഷമായി അവൻ ഗൾഫിലേക്ക് പോകുവാനിടയായി. ഇപ്പോഴും അവൻ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന്റെ ഭാര്യ എന്നെയും വൈഫിനെയും ശുശ്രൂഷിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലുണ്ട്. അവർക്ക് 2 ആൺമക്കളാണ്. അവരിൽ ഒരാൾ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. ചെറിയ മകന് +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മകള് ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അവള് ഫാർമസിക്ക് പഠിപ്പിച്ച് ഫാർമസിസ്റ്റായിട്ട് ജോലിയിലായിരിക്കുമ്പോഴായിരുന്നു അവളുടെ വിവാഹം. ഞങ്ങൾ തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് 10 പേര് സ്നാനത്തിലേക്ക് നടത്തുവാനിടയായി. അവരിൽ അനേകര് ഇന്ന് കർത്താവിന്റെ വേലയിലുണ്ട്. ഒരു ഹിന്ദു മതത്തിൽ വിശ്വാസം വന്നതായ സത്യം എന്ന് പറഞ്ഞതായ ദൈവദാസന് ചിറ്റൂര് അസംബ്ലീസ് കൊണ്ട് ശുശ്രൂഷയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതുപോലെ പലരും കർത്താവിന്റെ വേലയുള്ളതായ ബന്ധത്തിൽ പല സ്ഥലങ്ങളിലായി. അനേകരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഈ ശുശ്രൂഷ കാലയളവിൽ ഒരുക്കുവാനിടയായി. ഒരു ഡേവിഡ് ജോൺ ഉണ്ട്. അദ്ദേഹം ഇന്ന് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ അവിടുത്തെ പ്രസ്ബിറ്ററാണ്. അതുപോലെ ഒരു സജി CK ഉണ്ട്. അദ്ദേഹം ചർച്ചംകോടിലെ ഒരു പാസ്റ്ററാണ്. അതുപോലെ വേറെ ഒരു ശശി സാവ് എന്ന് പറഞ്ഞതായ ഒരു ശശി എന്നായിരുന്നു ആദ്യത്തെ പേര്. അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ശശി സാമായി. അദ്ദേഹം ഷാരോൺ ചർച്ചിന്റെ ഒരു സെൻട്രൽ പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ കർത്താവിൽ വിശ്രമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വേറെ ഒരു പാസ്റ്റർ PD വർഗീസ് ഉണ്ടായിരുന്നു. മാങ്കാവിലെ അസംബ്ലീസുകളിലെ പാസ്റ്റായിരുന്നു. അദ്ദേഹവും കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. വേറെയും പല കർത്തദാസന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ദൈവം ബലപ്പെടുത്തി. ദൈവത്തിന്റെ മഹത്വമുള്ളതായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തലശ്ശേരിയിലെ പ്രവർത്തനത്തിന് ശേഷമായിട്ട് തൃശ്ശൂരടുത്ത് മാളയിൽ അസംബ്ലീസ് ഗോഡ് പ്രവർത്തകനായിട്ട് 2 വർഷം അവിടെ പ്രവർത്തിച്ചു. അവിടെയും ചില മിനി കൺവെൻഷനൊക്കെ നടത്തുവാനും ചില കുടുംബങ്ങളെ വിശ്വാസത്തിലേക്ക് നടത്തുവാനും സ്നാനപ്പെടുത്തുവാനും ഇടയായി. അതിന്റെ ശേഷമായിട്ട് ഒരു പുതിയ വേലസ്ഥലം പിന്നെയും കണ്ടുപിടിച്ചത് രാമനാട്ടുകരയാണ്. രാമനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലം ഹിന്ദുക്കളുടെ മുസ്ലിംസിന്റെയും സെന്ററാണ്. സുവിശേഷത്തിന് വളരെ ശക്തമായ പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. ഒരിക്കൽ ഒരു കൺവെൻഷൻ നടത്തുവാനായിട്ട് ഒരുങ്ങി ഡോക്ടർ മുരളിയും പോൾ ഗോപാലകൃഷ്ണനുമായിരുന്നു അന്നത്തെ കൺവെൻഷൻ പ്രാസംഗികന്മാർ. ഒരു ദിവസം പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ പ്രസംഗിച്ചു. 2ാമത്തെ ദിവസം ഡോക്ടർ മുരളി, 2-3 ദിവസം മുരളിയായിരുന്നു പ്രസംഗിക്കേണ്ടത്. 2ാമത്തെ ദിവസം ഡോക്ടർ മുരളി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊല്ലുവാൻ തക്കവണ്ണം സുവിശേഷ വിരോധികൾ വളഞ്ഞു. ദൈവം അതിൽ നിന്നെല്ലാം വിടുവിച്ചു. 3ാമത്തെ ദിവസം അദ്ദേഹത്തിനോട് പ്രസംഗിക്കാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് പാസ്റ്റർ VT എബ്രഹാമാണ് അവിടെ പ്രസംഗിച്ചത് 3ാമത്തെ ദിവസം. അങ്ങനെ ഒരു കൺവെൻഷൻ മാത്രമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് രാമനാട്ടുകര നടക്കുവാനിടയായത്. ഞങ്ങൾ തലശ്ശേരിയിലായിരിക്കുമ്പോൾ 10 പേരെ സ്നാനപ്പെടുത്തി എന്ന് പറഞ്ഞല്ലോ, അതിലൊരാളാണ് സതീഷ് കുമാർ. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിളിക്കാറുണ്ട്. എൻ്റെ മകളുടേതായ മകളുടെ വിവാഹം കഴിഞ്ഞ് മകള് ഫാർമസിസ്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ അവരുടെ വിവാഹം കഴിഞ്ഞു. ഇന്തോനേഷ്യയിൽ ഭർത്താവിനോടുകൂടെ 1 വർഷം താമസിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രസവത്തിനായി വന്നു. പ്രസവം കഴിഞ്ഞ് 17ാമത്തെ ദിവസം ഞങ്ങളുടെ മകൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അവളുടെ കുട്ടി ജീവിച്ചിരുന്ന 1.5 വയസ്സ് വരെ ഞങ്ങൾ വളർത്തി. അതിനുശേഷം ഞങ്ങളുടെ മരുമകന് വേണ്ടി വേറെ ഒരു സ്ത്രീയെ കണ്ടെത്തി കോഴിക്കോട് വെച്ച് തന്നെ കല്യാണം നടത്തി വിടുവാനിടയായി. അപ്പോഴാണ് ഞങ്ങളുടെ 1.5 വയസ്സുള്ളതായ മകളെ അവർക്ക് ഏൽപ്പിക്കാനിടയായി. അതുവരെ ഞങ്ങളാണ് വളർന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ 26 വയസ്സ് അവൾക്കായി. അവളുടെ കല്യാണം നടന്നു. അത് ഷാരോൺ ചർച്ചിലെ ഒരു പാസ്റ്റർ മകനാണ് കല്യാണം കഴിച്ചത്. ആ കല്യാണത്തിന് പെരുമ്പാവൂര് ഡോക്ടർ സതീഷ് കുമാർ വന്നിരുന്നു. ഞങ്ങളുടേതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം വരികയും സഹകരിക്കുകയും ചെയ്യുന്നു. 3 പ്രാവശ്യം ഞങ്ങൾക്ക്
ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തന്ന് അവരുടേതായ ചർച്ചിൽ സാക്ഷ്യം വഹിപ്പാൻ ഞങ്ങളെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാനും ഭാര്യയും അവിടെ കടന്നു ചെല്ലുകയും ആ വലിയ പുരുഷാരത്തിന്റെ നടുവിൽ സാക്ഷ്യം വഹിപ്പാൻ തക്കോണം ദൈവം ഞങ്ങളെ കരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവം ഇത്രത്തോളം എല്ലാം നടത്തി. ഇനി ഒരുപാട് അനുഭവങ്ങൾ പറയുവാനുണ്ട്. സമയം മുൻപോട്ട് പോയതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ ഇപ്പോൾ വേണ്ടത്ര സൗഖ്യമില്ലാതെ ഒരു ആക്സിഡന്റ് നിമിത്തമായിട്ട് 4-5 മാസമായി കഴിയുകയാണ്. എൻ്റെ ഭാര്യ ശ്വാസം മുട്ടലിന്റെയും ചുമയുടെയും കഫക്കെട്ടിന്റെയും പ്രയാസത്താൽ കഴിഞ്ഞുകൂടുകയാണ്. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കിപ്പോൾ ഒരു മകനാണുള്ളത്. അവൻ ഗൾഫിലാണ്. അവന്റെ ഭാര്യയാണ് ഞങ്ങളെ ശുശ്രൂഷിക്കുന്നത്. ഞങ്ങളുടെ മകളെക്കാൾ കാര്യമായിട്ട് ഞങ്ങളുടെ മകന്റെ ഭാര്യ ഞങ്ങളെ എല്ലാ സ്ഥാനത്തും എല്ലാ നിലയിലും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ മക്കളെ രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കണം. ഞങ്ങളെ ദൈവം കാവൽ ചെയ്യേണ്ടതിന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റങ്ങളെ. ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞ് എന്തോ പറ്റിയത്? ഞാന് ഫെബ്രുവരി 4-ാം തീയതി ഒരു സ്കൂട്ടറിൽ വരുമ്പോൾ, ഇപ്പോൾ എനിക്ക് വയസ്സ് 82 ആയെങ്കിലും ഞാൻ ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്യുമായിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ വൺ വേ തെറ്റിച്ചവന് ഓട്ടോറിക്ഷ വന്ന് എൻ്റെ സ്കൂട്ടറിൽ ഇടിക്കുകയും സ്കൂട്ടർ ഇടത്തോട്ട് മറിയുകയും ചെയ്തു. അപ്പോൾ എൻ്റെ വലത്തെ കാലിന്റെ മുട്ടിന് താഴെ എല്ല് ഒടിഞ്ഞു പോയി. ഇടത്തെ കൈയുടെ ഷോളർ നേരത്തെ തട്ടി ഒരം ഉടഞ്ഞു പോകുവാനിടയായി. അങ്ങനെയുള്ളതായ പ്രയാസത്താൽ ഞാൻ ആയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാം ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സുഖമായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഇനി ആവശ്യം. 6 മാസമായി അല്ലേ? അതെ, 5 മാസം കഴിഞ്ഞു. 5 മാസമായി. ഓക്കെ. ഒത്തിരി ജീവിതാനുഭവങ്ങൾ ഇനി ഉണ്ടെന്നറിയാം. 59 വർഷത്തെ ശുശ്രൂഷാനുഭവങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാൻ തയ്യാറാണ് കേട്ടോ. സമയം പോയെന്ന് ഞങ്ങൾക്ക് തോന്നിയേ ഇല്ല. മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പറയാം. പ്രത്യേകിച്ചും കർത്താവിൻ്റെ കരുതല്, കർത്താവിൻ്റെ പ്രൊവിഷൻ, ദൈവം അല്ലേ, ദൈവം നമ്മളെ നൽകി നടത്തിയ, ദൈവം തുറന്ന വഴികൾ, സുവിശേഷ വിരോധികളുടെ അനുഭവമൊക്കെ പറഞ്ഞു. എന്നാലും പ്രേക്ഷകർക്ക് വേണ്ടി അത്യാവശ്യം കേട്ടാൽ ആത്മീയ അനുഗ്രഹത്തിന് കാരണമായി തീരുന്ന 1-2 അനുഭവങ്ങൾ ചുരുക്കമായിട്ടെങ്കിലും പറയാം കേട്ടോ. ഞങ്ങൾ കാഞ്ഞങ്ങാട്, ഞാൻ വിവാഹം കഴിച്ച് കാഞ്ഞങ്ങാട് താമസിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഒരു അക്രൈസ്തവന്റെ കുടുംബം ഞങ്ങളുടെ മീറ്റിങ്ങിന് വന്ന് സംബന്ധിച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ രാത്രി 10 മണിയായി. ഇരുട്ടുള്ള ഒരു വഴിയാണ്. ആ സന്ദർഭത്തിൽ ഞാനും ഭാര്യയും ഭാര്യയുടെ കൂടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചതായ ഒരു സഹോദരിയും വേറെ ഞാൻ പരസ്യയോഗത്തിൽ പരിചയപ്പെട്ടതായ വേറെ ഒരു സഹോദരൻ, ഞങ്ങൾ 4 പേരും കൂടെ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ ഞങ്ങളുടെ മുൻപേ കുറച്ച് കുട്ടികൾ, ഒരു 16 വയസ്സ് താഴെയുള്ള 10-12 വയസ്സിന് മുകളിലുള്ളതായ കുട്ടികൾ ഒച്ചത്തിരിങ്ങനെ കൂവി കൂവി ഞങ്ങളുടെ മുമ്പേ ഒരു കൂട്ടമായിട്ടുണ്ട്. കുറച്ച് ദൂരം നടന്നപ്പോൾ എനിക്ക് തോന്നി ഇതെന്തോ ഒരു പ്രയാസമാണല്ലോ എന്ന് ചോദിച്ച് ഞാൻ അവരിൽ ഒരുവനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ കൂവുന്നത്? ഞങ്ങളെല്ലാവരും ഒക്കെ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ടല്ലോ, പിന്നെന്തിനാ ഇങ്ങനെ കൂവെന്ന് ചോദിച്ചു. അവരൊന്നും അക്ഷരം പോലും ഉണ്ടില്ല. ഈ കട്ട് റോഡെ ചെന്ന് മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ഒരറ്റം മുതൽ വളരെ ദൂരം വരെ കൂവുന്ന ശബ്ദം കേൾക്കാം. അപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞു. വാഹനങ്ങൾ വളരെ കുറവാണ്. അവിടെ റോഡിന്റെ നടുക്കൂടെ ഞാനും ഭാര്യയും മറ്റേ സഹോദരി ഞങ്ങൾ 4 പേര് ഇങ്ങനെ നടന്നു പോകുമ്പോൾ റോഡിന്റെ 2 സൈഡിലും 30 വയസ്സിന് താഴെയുള്ളതായ കുറെ പേര് റോഡിൽ നെടുനീളെ അങ്ങ് നിൽക്കുക. അവരുടെ കയ്യിൽ നീണ്ട വടിയുണ്ട്. അവിടുത്തെ ഭാഷയിൽ അസഭ്യം പറഞ്ഞുകൊണ്ട് തല്ലാനായിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇനി നമുക്കിവിടെ ഈ ലോകത്തിൽ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ അന്യഭാഷ സംസാരിച്ചുകൊണ്ട് അവരുടെ നടുവിലൂടെ നടന്നുപോയി. അവരുടെ ഒരു വടി പോലും ഞങ്ങളുടെ ആരുടെയും ദേഹത്ത് തൊട്ടില്ല. ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തിന്റെ സൂക്ഷിപ്പ് എത്ര വലുതായിരുന്നു. ഒരനുഭവം അത്. മറ്റൊരിക്കല് ഞങ്ങളുടെ മകളുടെ കാര്യം പറഞ്ഞല്ലോ. മകളുമായി കോഴിക്കോടിന്റെ അടുത്ത് പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ച് അവിടെ ഒരു വീട്ടില് വൈകുന്നേരം മീറ്റിംഗ് നടന്നു. സാധാരണ ഒരാഴ്ച ഞാനും സഭക്കാരും ഭാര്യയും ഞങ്ങൾ കുടുംബമായിട്ട് ഒരാഴ്ച പരപ്പനങ്ങാടിയിൽ, മറ്റൊരാഴ്ച താമരശ്ശേരിയിൽ, വേറെ ഒരാഴ്ച
അരീക്കോട് എന്നിങ്ങനെ പറഞ്ഞ സ്ഥലങ്ങളിൽ മാറി മാറി സഭക്കാരുമായി പോയി പ്രവർത്തിക്കുകയും അവിടെയൊക്കെ ഞാൻ എല്ലാ സമയത്ത് സഭയിലുള്ളതായ ചിലരെ സഭായോഗം നടത്തുവാൻ ചുമതലപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഞായറാഴ്ച വൈകുന്നേരം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നല്ല കാലാവസ്ഥയായതുകൊണ്ട് ആ വീടിന്റെ മുറ്റത്ത് വെച്ചായിരുന്നു മീറ്റിംഗ്. മുറ്റത്തൊരു മാവിന്റെ തണലിൽ ഞാൻ നിൽക്കുകയും എൻ്റെ ഭാര്യയുടെ അടുത്ത് മകള് രാവിലെ സൺഡേ സ്കൂൾ കഴിഞ്ഞു, സൺഡേ സ്കൂളിന്റെയും ഒക്കെ സമയത്ത് രാവിലത്തെ സഭായോഗത്തിന് മുമ്പായി എൻ്റെ മക്കൾ രണ്ടുപേരും ആ കോഴിക്കോട് അന്ന് ഞങ്ങളുണ്ടാക്കിയ ഹോളിലെ പണികാര്യങ്ങളൊക്കെ അത് പായിടുക മറ്റൊരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അന്നത്തെ ആ സഭായോഗത്തിന് മുമ്പായിട്ട് അന്നാണ് എൻ്റെ മകള് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ മീറ്റിങ്ങിന് പോയി. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ അടുത്ത മകൾ കിടന്ന് ഉറങ്ങുന്നു. ഉറക്കത്തിൽ അവൾ ഞെട്ടി ഉണർന്ന് കരഞ്ഞു. എന്താ മോളെ എന്ന് ചോദിച്ചപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞു, എന്നെ ഒരു ഭിക്ഷക്കാരൻ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നതായി സ്വപ്നം കണ്ടു എന്ന്. അപ്പോൾ ഭാര്യ അവളുടെ അമ്മ അവളോട് പറഞ്ഞു, മോളെ നീ എപ്പോഴും പറയത്തില്ലേ ഞാൻ ഭയപ്പെടുന്ന നാളിലെ യഹോവയിൽ ആശ്രയിക്കുമെന്ന്, പിന്നെ നീ എന്തിനാ ഭയപ്പെട്ടത് എന്ന് ചോദിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് പരപ്പനങ്ങാടിക്ക് പോകുന്നതും വരുന്നതും എല്ലാം ലോക്കൽ ട്രെയിനാണ്, കോഴിക്കോട് നിന്ന് പോവുകയും വരികയും ചെയ്യുന്നത്. തിരിച്ച് ഞങ്ങൾ ട്രെയിനിൽ വന്ന് കോഴിക്കോട് ഇറങ്ങി ട്രെയിൻ പാളത്തിന്റെ സൈഡിൽ കൂടെ ഞാനും സഹോദരന്മാരും കൂടെ വീട്ടിലേക്ക് പോയി. ഭാര്യയും മറ്റു സഹോദരിമാരെ ഓട്ടോറിക്ഷ കയറ്റി വിടാനായിട്ട് കിഴക്ക് ഭാഗത്തൂടെ പുതിയ സ്റ്റാൻഡിന്റെ അന്നത്തെ പഴയ സ്റ്റാൻഡിന്റെ അടുത്തെത്തി. അങ്ങനെ ഓരോ ഭാഗത്തേക്കുള്ളവരെ ഓട്ടോയിൽ കയറ്റി ഭാര്യ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകൾ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ ഭാര്യയും വേറൊരു സഹോദരിയാണ് അന്ന് വീട്ടിലേക്ക് വരേണ്ടത്. അങ്ങനെ ഭാര്യ സഹോദരി ഓട്ടോറിക്ഷയിൽ കയറുന്നതിന് മുമ്പ് അവിടെ ഒരു ടെലിഫോൺ പോസ്റ്റിൽ ഒരു പ്രായമായ മനുഷ്യൻ വടിയും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ആരും ശ്രദ്ധിച്ചില്ല. അയാള് മകളുടെ കൈക്ക് ഇറുകി പിടിച്ചുകൊണ്ട് ആ വലിയ റോഡ് ക്രോസ് ചെയ്തു. അവൾ അമ്മയെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. മിണ്ടിപ്പോകരുത്, മിണ്ടിയാ കൊല്ലുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടാണ് അവളെ റോഡ് ബ്ലോക്ക് ചെയ്ത് കൊണ്ടുപോയത്. എന്നാൽ റോഡിന്റെ മറുവശത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ അന്നത്തെ സാഹചര്യം ലൈറ്റ് എല്ലാം ഓഫാണ്. പിന്നെ സോറി, എൻ്റെ മകൾക്ക് എൻ്റെ ഭാര്യ വന്ന് പറയുകയാണ് അന്ന് 8 വയസ്സായിരുന്നു, 3ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അവിടെ ഈ എന്താ ഭിക്ഷക്കാരും അങ്ങനെയുള്ളതായ ആൾക്കാരൊക്കെ രാത്രി കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരുപാട് പേര് നിവർന്ന് കിടപ്പുണ്ട്. അതിന്റെ അടുത്ത് വരെ എത്തി മോളെ പിടിച്ചുകൊണ്ട്. അപ്പോൾ ആ ഭിക്ഷക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന വടി താഴെ വീണു. ഏതോ ഒരു മനുഷ്യൻ അടുത്ത് ചെന്നിട്ട് അവളുടെ കഴുത്തിന്റെ പുറകിൽ പിടിച്ച് തള്ളി, ഏതാ നിന്റെ അമ്മ, എവിടേക്കാ പോകേണ്ടത്? അത് അമ്മയാണ്ട് ഓട്ടോറിക്ഷ കയറുന്നു പറഞ്ഞു. നീ അമ്മയുടെ അടുത്ത് പൊയ്ക്കോളാൻ പറഞ്ഞു അവളെ തള്ളി ഓട്ടോറിക്ഷയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് അമ്മ മോളെ ഓർക്കുവാനിടയായത്. അന്നേരം മുതൽ ആ മോളുടെ അമ്മയ്ക്കും അവരുടെ കൂടെ ഉണ്ടായിരുന്നവർക്കും ഒരക്ഷരം പോലും മിണ്ടുവാൻ കഴിയാതെയാണ് അവർ വീട്ടിൽ വന്ന് ചേരുന്നത്. അവരെ കാണാതെ ഞാൻ നോക്കി വഴിയിലേക്ക് ചെല്ലുമ്പോഴാണ് അവരിങ്ങനെ നടന്നു വരുന്നത്. വീട്ടിൽ വന്ന് സംഭവമൊക്കെ പറയുവാനിടയായി. ദൈവത്തിന്റെ സൂക്ഷിപ്പ്, ദൈവത്തിന്റെ കാവല് എത്രമാത്രം വലുതാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നടത്തിയ എല്ലാ വഴികൾക്കുമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പല സന്ദർഭങ്ങളിൽ എന്നെ കൊല്ലുവാൻ, എന്നെ ഉപദ്രവിപ്പാൻ സുവിശേഷ വിരോധികളായിട്ടും മറ്റ് മതദ്രോഹികളായിട്ടുള്ളവരൊക്കെയും സമീപിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവകൃപയാൽ ആരുടെയും കൈ എൻ്റെ ദേഹത്തെ തൊടുവാൻ ഇതുവരെ ഇടയായിട്ടില്ല. എനിക്കൊരു കാര്യം അറിയാം, കരയാൻ. ദൈവസന്നിധിയിരുന്ന് മുട്ടുമേലിരുന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവമായ കർത്താവ് എന്നെ ധൈര്യപ്പെടുത്തുകയും എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഇന്നയോളം ആകുവാനിടയായി. കോഴിക്കോടായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ഒരു സഹോദരൻ വിശ്വാസത്തിലേക്ക് വരുവാനിടയായി. അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി. അദ്ദേഹം ഇന്ന് തൃശ്ശൂർ താമസിച്ചുകൊണ്ട് ഫിലിപ്പ് അലി എന്ന് പറഞ്ഞ നിലയിൽ അദ്ദേഹം വളരെയധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുകയും പല ലേഖനങ്ങൾ എഴുതുകയും പല പുസ്തകങ്ങൾ കൈമാറുകയും അതേ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. വേറെ ഒരു സഹോദരനുണ്ട്, അബ്ദുൽ റഹിമാൻ. അദ്ദേഹം നിലമ്പൂര് കുടുംബമായി താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പല പല അനുഭവങ്ങളുണ്ട്. ഇവിടെ ഇങ്ങോട്ട് ഞാൻ നിർത്തട്ടെ പാസ്റ്ററെ? അതെ പാസ്റ്ററെ, എനിക്കറിയാം, ഞങ്ങൾക്ക് കേൾക്കാൻ സന്തോഷം. ഫിലിപ്പ് അലി, അബ്ദുൾ റഹ്മാൻ, പിന്നെ ഒരു അസീസിൻ്റെ കാര്യം പറഞ്ഞു, സതീഷ് പാസ്റ്ററുടെ കാര്യം പറഞ്ഞു.
നമ്മൾ സുവിശേഷം പറഞ്ഞവർ അനേകർ കർത്താവിന് വേണ്ടി ഇന്ന് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതെ, അതിൽ പരം ഒരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാലേ നമ്മളുടെ അല്ലേ ആത്മീക മക്കൾ കർത്താവിൽ ശുഭമായിരിക്കുന്നത്, അവർ കർത്താവിൽ ഉപയോഗിക്കപ്പെടുന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. അതാണ് ജീവിതത്തിലെ ഒരു വലിയ സംതൃപ്തി, ഒരു വിജയം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ആയില്ല, സംതൃപ്തി ആയില്ല. ഇനിയും ദൈവം തരുന്ന കാലം കർത്താവ് അടങ്ങണമെന്നുള്ള ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വ്യക്തിപരമായിട്ട് ഞാനും പ്രാർത്ഥന ചോദിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ ജീവിതം കർത്താവിനോട് പ്രയോജനപ്പെടണം. മറ്റെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് പാസ്റ്റർ തന്നെ ആശീർവാദം പറഞ്ഞാട്ടെ. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഇന്ന് പകല് ഇപ്രകാരം ഞങ്ങൾക്ക് സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവെ അനുഭവങ്ങൾ പങ്കുവെപ്പാൻ ഇടയാക്കിയതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവെ, ഈ ഞങ്ങളെ കേൾവിക്കാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കേൾവിക്കാരെല്ലാവരും കർത്താവിൻ്റെ വേലയ്ക്ക് ചുമലൊടുപ്പാൻ, കർത്താവിൻ്റെ വേല ആത്മാർത്ഥത ചെയ്യുവാൻ, അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ ഇടയാക്കുമാറാകണമേ. കർത്താവിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങളാക്കി മാറ്റുമാറാകണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഇതിന്റെ ഭാരവാഹികളായിരിക്കുന്ന എല്ലാവരെയും വരവേൽപ്പിക്കുന്നു. കർത്താവിന്റെ ദാസനെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ദൈവകരങ്ങളിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും വരവേൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ നാഥനും ഞങ്ങളുടെ യജമാനനും ഞങ്ങളുടെ വഴികാട്ടിയും ഞങ്ങളുടെ സകലവും അവിടുന്ന് ആകയാൽ ഞങ്ങൾ പിന്നെയും അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവെ, അവിടുത്തെ കരങ്ങൾ സകലവും വരവേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതോട് സ്തോത്രം. അനേകരുടെ ജീവിതത്തില് ആശ്വാസത്തിനും ധൈര്യത്തിനും പ്രത്യാശയുടെ വർധനവിനും ഈ സാക്ഷ്യം മുഖാന്തരമാക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയുമായിട്ട് അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എപ്പോഴും ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെയും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. ഒത്തിരി നന്ദി പറയുക. ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം വന്ന് ചിലവഴിച്ചതിൽ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ. എനിക്ക് സ്വയമായി നടക്കാറായിട്ടില്ല. ഞാൻ വീൽ ചെയറിലാണ് നടക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. എൻ്റെ ഭാര്യയുടെ വീട്ടുകാര് 70-ൽ പരം ആൾക്കാർ വിശ്വാസത്തിൽ വന്നു. അനേകർ കർത്താവിന്റെ വേലയിലുണ്ട്. ദുബായിൽ ഒരു ജയലാൽ പാസ്റ്റർ ഉണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിൽ ദൈവദാസന്മാരുണ്ട്. അവര് പ്രാരംഭം അവരുടെ ഭാര്യ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷമായി അവരോടൊക്കെ സഹകരിപ്പാനും ഇടപെടുവാനും അവരെ പലരെയും വിശ്വാസത്തിലേക്ക് നടത്തുവാനൊക്കെ ദൈവം ഉപയോഗിച്ചു. ഒരുപാട് പേരെ വിശ്വാസത്തിലേക്ക് നടത്തുവാൻ ദൈവം കൃപ ചെയ്തു. പാസ്റ്ററെ, ഒരുപാട് പേരെ സ്നാനപ്പെടുത്തി. ഈ മാരേജ് രജിസ്ട്രാർ, ഗവൺമെന്റ് മാരേജ് രജിസ്ട്രാർ എന്നുള്ള നിലയിൽ എനിക്ക് 300-ൽ പരം കുടുംബങ്ങളെ യോജിപ്പിക്കാൻ കൊണ്ടിടയായിട്ടുണ്ട്. അതുപോലെ തകർന്നു പോയ പല കുടുംബങ്ങളെ യോജിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്യിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്താണെങ്കിലും അപകടമൊക്കെ പറ്റി സുഖമില്ലാതിരിക്കുന്ന ഈ സമയത്ത് പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി സമയം തന്നല്ലോ. ഒരു പ്രാവശ്യയുടെ നന്ദി പറയുക, പ്രേക്ഷകരുടെ നാമത്തിലുള്ള നന്ദി പറയുക. ഒത്തിരി അനുഗ്രഹമായിരുന്നു. അനേകർക്ക് ഇനിയും അനുഗ്രഹമായി അനേകരെ നീതിയിലേക്ക് നടത്തുവാൻ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ.